പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഞാൻ തിരുവനന്തപുരത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ അടുത്തുള്ള എൻ്റെ വീട്ടിൽ നിന്നുമാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടില് എൻ്റെ ഭാര്യ, രണ്ട് ആമക്കള്, എൻ്റെ രണ്ട് മരുമക്കള്, എൻ്റെ 3 കൊച്ചുമക്കളുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ഷാളറ്റ്. എൻ്റെ സ്തോത്രം മൂത്ത മകന്റെ പേര് ഷാജൻ, രണ്ടാമത്തെ മകന്റെ പേര് ജോഷി, മൂത്ത മരുമകളുടെ പേര് സ്തോത്ര റീനു, രണ്ടാമത്തെ മരുമകളുടെ പേര് റിയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ 3 മക്കളിൽ മൂത്തവന് 2 മക്കളുണ്ട്. മൂത്ത മകളുടെ കൊച്ചുമോളുടെ പേര് ഇവാനിയ, രണ്ടാമത്തെ മോന്റെ പേര് സ്തോത്രം വന്നിട്ട് ഇവാൻ എന്നാണ്. അവന്റെ ഒഫീഷ്യൽ നെയിം വന്നിട്ട് സ്തോത്രം ഏതൻ എന്നാണ്. ഞാനിട്ടിരിക്കുന്ന പേരാണ് ഇവാൻ എന്ന്. എൻ്റെ മൂത്ത മകന്റെ മകൾക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് കെസി എന്നാണ്. എൻ്റെ 2 പേർക്കും ഞാൻ കൊടുത്തിരിക്കുന്ന മോനെ പേര്. അപ്പോ അത്തരം ഞങ്ങൾ കോമൺ ആയിട്ടാണ് ഞങ്ങളുടെ ഈ വീട്ടിൽ താമസിക്കുന്നത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആദ്യമായി ഞാൻ അരോമ ടിവിയുടെ ഡയറക്ടറായ പ്രിയ കർത്താവിന്റെ ശേഷദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർക്കും ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ സ്തോത്രം അരോമ ടിവിയുടെ പ്രേക്ഷകരായ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിന് അതിലുപരി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനും സ്തോത്രം, ദൈവത്തിനും പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാ ദൈവത്തിനും സ്തോത്രം ഞാൻ എൻ്റെ നന്ദിയും വന്ദനവും അറിയിക്കും. ഞാൻ സ്തോത്രം എൻ്റെ ബാല്യകാല കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ, ഞാനൊരു സുവിശേഷകനും എഴുത്തുകാരനും ഗാനരചയിതാവുമായിട്ട് ആണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവകൃപയാൽ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 32 വർഷമായി അത്തരത്തിലൊക്കെയും ദൈവം തമ്പുരാൻ സ്തോത്രം വളരെ അത്ഭുതകരമായി തന്നെ നടത്തുന്നു എന്ന് സ്തോത്രം. എനിക്ക് സ്തോത്രം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിൽ സന്തോഷം. ഞാനത് പ്രേക്ഷകരെ അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ കർത്താവ് എന്നെ നടത്തുന്ന വിധങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്. സ്തോത്ര ആത്മദാഹത്താലുള്ള അനുഭവങ്ങളാണ് ദൈവം എൻ്റെ ഉള്ളത്തിൽ തന്നിട്ടുള്ളത്. എൻ്റെ ബാല്യകാലം മുതൽ നോക്കുകയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, എൻ്റെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ പിതാവും മാതാവും മരിച്ചുപോയി. ഞങ്ങൾ 7 സഹോദരങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 4 പെണ്ണും 3 ആണുമാണ്. മൂത്തത് എൻ്റെ ചേച്ചി ലില്ലി, ഞാനാണ് രണ്ടാമത്തത്. എൻ്റെ 4ാമത്തെ സഹോദരി നിർമ്മല മരിച്ചുപോയി. സ്തോത്രം. എൻ്റെ ഇളയ സഹോദരങ്ങളൊക്കെ അങ്ങനെ ഓരോരുത്തരുടെയും പേര് സ്തോത്രം പറയുന്ന സമയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങള് സ്തോത്രം ഞാനും എൻ്റെ ചേച്ചിയും സ്തോത്രം ഞങ്ങളുടെ നാട്ടിന്റെ അടുത്തുള്ളതായ ദൈവത്തിന് സ്തോത്രം ഒരു ലൂർദുപുരം എന്നുള്ള സെന്റ് ഹെലൻസ് UPS ലൂർദുപുരം എന്നുള്ളതായ ഒരു സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. അവിടെ 7 വരെയോടെ ഹല്ലേലൂയ സ്തോത്രം പഠനമുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും ഒരു ദിവസമാണ് ഞങ്ങളെ സ്തോത്രം അവിടെ കൊണ്ട് ചേർത്തത്. അവിടെ 7 വരെയും ഞാനും എൻ്റെ ചേച്ചിയും പഠിച്ചു. അങ്ങനെ സ്തോത്രം ഹൈസ്കൂളിലേക്ക് മാറ്റം വന്നു. അപ്പോൾ സ്തോത്രം എൻ്റെ ചേച്ചി തുടർമാനം പഠിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ സ്തോത്രം ഹൈസ്കൂളിലേക്ക് എൻ്റെ അച്ഛൻ്റെ നാടായ പുല്ലൂള ലിയോത്തെട്ട് ഹൈസ്കൂളിലേക്ക് ഞാൻ അവിടെ സ്തോത്രം ചേർന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ഇതിന്റെ ഇടയ്ക്ക് എൻ്റെ നിർമ്മല സഹോദരി മരിച്ചതിന്റെ അനുഭവം കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഹൈസ്കൂളിൽ കടന്ന കാര്യങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ സഹോദരി സ്തോത്രം ചെറുപ്രായത്തിലാണ് ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ഒരു തലയ്ക്ക് ഒരു ഭാരമുണ്ടായി, ഒരു ഷർദിലും ഒക്കെ വല്ലാത്തൊരു അനുഭവം ഉണ്ടായപ്പോൾ സ്തോത്രം എൻ്റെ അച്ഛൻ അന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഏകദേശം സ്തോത്രം 56 ഞാൻ ജനിച്ചത്. 56 സ്തോത്രം സ്തോത്രം 60 അപ്പോൾ അത്തരത്തിലുള്ള 62 63 കാലഘട്ടങ്ങളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ സമയത്തിന്റെ സഹോദരി സ്തോത്രം വല്ലാത്തൊരു അനുഭവമായപ്പോൾ എൻ്റെ അച്ഛൻ അന്ന് ബസ് സർവീസ് ഒക്കെ വളരെ കുറവായ കാലമാണ്. എൻ്റെ അച്ഛൻ തോളിലിട്ട് 3-3.5 കിലോമീറ്റർ ദൂരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ നാടായ പുല്ലുള ഹോസ്പിറ്റലിൽ സ്തോത്രം കൊണ്ടുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഞാൻ അച്ഛൻ്റെ പുറകെ എൻ്റെ അച്ഛൻ തോളിലെ സഹോദരിയെ അങ്ങനെ ഇട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അവരുടെ പിന്നാലെ ഞാനും നടന്ന് പോകുന്ന അനുഭവമായിരുന്നു. സങ്കടവും എല്ലാം കൊണ്ട് ഞാനും സ്തോത്രം അച്ഛനോടൊപ്പം സഹോദരിയോടൊപ്പം പുറകെ പോകുന്ന അനുഭവമായിരുന്നു. എന്നാൽ എൻ്റെ സഹോദരിയെ ഞങ്ങൾക്ക് സ്തോത്രം ജീവനോടെ കാണുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം സഹോദരി ആസ്പത്രിയിൽ അങ്ങനെ മരണത്തിലേക്ക് കടക്കുവാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ഹൈസ്കൂളിലേക്ക് സ്തോത്രം കടന്നപ്പോൾ 8ാം സ്റ്റാൻഡേർഡ് ഞാൻ പൂർത്തീകരിക്കാതെ പകുതിയിൽ വെച്ച് ഞാൻ സ്തോത്രം സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ
അച്ഛൻ സ്തോത്രം മംഗലാപുരം മലപ്പ എന്നുള്ള സ്ഥലത്തേക്ക് കടൽ ജോലിക്ക് പോകാൻ വേണ്ടി അവിടെ സീസൺ വരുമ്പോൾ അവര് മംഗലാപുരം ദേശങ്ങളിൽ മംഗലാപുരം മലപ്പ കാർബാർ ഗൻഗോളി തുടങ്ങിയതായ ഗോവയിലേക്ക് പോകുന്നതായ ആ സീസണിലൊക്കെ പോകുന്ന അനുഭവമാണ്. എന്റെ അച്ഛന്റെ സ്തോത്രം ഒരു ബന്ധുവായ ഒരു സ്കൂൾ അധ്യാപകൻ, അദ്ദേഹത്തിന് കടലിലുള്ള ഉപകരണങ്ങളെല്ലാം ഉണ്ട്. എന്റെ അച്ഛൻ മീൻ പിടിക്കുന്ന ആളാണ്. ഞങ്ങൾ തീരദേശവാസികളാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്തോത്രം ഞങ്ങൾക്കും അതിന്റെ കടലിന്റെ ഉപകരണങ്ങളെല്ലാം ഉണ്ട്. ചെറുപ്രായത്തിൽ ഞാനും എന്റെ അച്ഛനോടൊപ്പം ഞങ്ങൾക്ക് എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. കമ്പവല ഒഴിച്ച് ബാക്കി എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അച്ഛൻ നല്ലൊരു കടൽ ജോലിക്കാരനാണ്, അധ്വാനിയാണ്. ദൈവത്തിന് സ്തോത്രം. നല്ല സൽസ്വഭാവികമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കുന്നു. അപ്പൊ അത്തരത്തിലൊക്കെയും സ്തോത്രം ഈ കടൽ ജോലിക്ക് വടക്കേ പ്രദേശത്ത്, കർണാടക പ്രദേശത്ത് അച്ഛൻ പോകുവാൻ സ്തോത്രം ആഗ്രഹിച്ച്, ഈ സാറിന്റെ വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രദേശത്തു നിന്നും വളരെ ദൂരം, ഏകദേശം ഒരു 7-10 കിലോമീറ്റർ ദൂരം അകലെ കൊഴിയൂർ എന്നുള്ള ഒരു ദേശമാണ് ആങ്കിള് സാർ താമസിക്കുന്നത്. അപ്പൊ അച്ഛൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അവിടെ സാറിന്റെ അവിടെ വല നന്നാക്കിയിട്ട് അങ്ങ് വടക്ക് കൊണ്ടുപോവുകയാണ്, നീ ഇവിടെ വന്ന് സഹായിക്കാമോ എന്ന് പറഞ്ഞു. അങ്ങ് പൊഴിയിട്ട് ഞാനും പോയി അച്ഛനോടൊപ്പം. എന്റെ അച്ഛന്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ അച്ഛനോടൊപ്പം നല്ല സ്തോത്ര സഹായകനായിരുന്നു. അച്ഛന് സഹായിച്ചു കൊടുക്കുമായിരുന്നു. ഏത് അച്ഛൻ എന്ത് പറഞ്ഞാലും ഒക്കെ സഹായിച്ചു കൊടുക്കുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ചെറുപ്രായത്തിൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. രാത്രി കാലങ്ങളിൽ ഈ കടലിലേക്ക് മടി പോകുന്ന സീസണൊക്കെ ഉണ്ട്. ആ സീസണിലൊക്കെയും അച്ഛന് ഞങ്ങൾക്ക് തട്ടുമടി എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. 2 കട്ടമരത്തിൽ ചേർത്ത് കൊണ്ടുപോകുന്നതായ അനുഭവം. അപ്പൊ അത് സ്തോത്രം ആളുകളെ സ്തോത്രം അതില് 7-8 പേരാണ് അതിൽ പോകുന്നത്. 2 മരത്തിലായിട്ട് കട്ടമരത്തിൽ പോകുന്നത്. അപ്പൊ രാത്രി അവരൊക്കെ വീട്ടില് ജോലിക്ക് വരുന്നവരോ വീട്ടിൽ ഉറങ്ങുന്നവരുണ്ട്, ഞങ്ങളുടെ സമീപത്ത് കിടന്നുറങ്ങുന്നവരുമുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ വീട്ടിൽ കിടക്കുന്നവരെ എണീക്കാൻ പോകണമെങ്കിൽ ഞാൻ രാത്രി തന്നെ ആ കടലിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ പോയിട്ടാണ് അവരെ എണീപ്പിച്ചിട്ട് കൊണ്ടുവരിക. എന്റെ പ്രായം അപ്പോഴും ഏകദേശം ഒരു 10-14 വയസ്സിന്റെ ഒക്കെ അനുഭവമേ ഉള്ളൂ. അത്രയും വരത്തില്ല. ആ ചെറുപ്രായത്തിലാണ് ഞാൻ അച്ഛന് സഹായിച്ചു കൊടുക്കുന്നതായ അനുഭവങ്ങളുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ സ്തോത്രം എന്റെ അച്ഛന് ഒരു സഹായികയായി തീർന്നിട്ട്, അപ്പോൾ അത്തരത്തിലാണ് ഈ സാറിന്റെ വലയൊക്കെല്ലാം നന്നാക്കിയിട്ടാണ് പിന്നെ അവര് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. ലോറിയിൽ കയറ്റിട്ടാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഞാനെന്തെന്നൊരു സ്കൂള് കട്ടിയിട്ട് എന്റെ മനസ്സിലൊരു സ്തോത്രം ഒരു തോന്നൽ, എനിക്ക് പഠിച്ചത് മതി, ഞാൻ ഇനി എന്തായാലും ഞാൻ സ്തോത്രം അച്ഛനോടൊപ്പം കടൽ ജോലിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട്, അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഒരിക്കലും സമ്മതനല്ല. എന്നാൽ ഞാൻ അച്ഛനോടൊപ്പം എന്റെ അച്ഛന്റെ ജ്യേഷ്ഠൻ വലിയപ്പൻ കൂടെ കടലിൽ ജോലിക്ക് വരുവാൻ അവരോടൊപ്പം പോകുവാനിരിക്കുകയാണ്. അച്ഛനെ കൊണ്ടുപോകാൻ തീർത്തും അറിയാം, 100%. അച്ഛനെ വഴുത്ത് പറയും. അങ്ങനെ ഞാൻ എന്റെ വലിയപ്പന്റെ അവിടെ സ്തോത്രം പോയിട്ട് ഞാൻ വലിയപ്പനോട് പറഞ്ഞപ്പോ, ഞാൻ പഠിക്കുന്നില്ല, ഞാനും വലിയപ്പനോടൊപ്പം അച്ഛനോടൊപ്പം കടലിൽ ജോലിക്ക് അങ്ങോട്ട് വടക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കാൻ എന്നെ കൊണ്ടുകൊണ്ട് ഞാൻ കണ്ണീരൊഴിച്ച് അച്ഛനോട് വലിയപ്പനോട് പറഞ്ഞു. എന്റെ സഹതാപം എല്ലാം വലിയപ്പന് മനസ്സിലായപ്പോ എന്നെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എന്റെ അച്ഛനും കൂടെ പണിക്കുള്ളവരൊക്കെ എല്ലാം അവിടെ നിൽക്കുകയാണ്. എന്നെ കണ്ടിട്ട് എന്റെ അച്ഛൻ വല്ലാതെ സ്തോത്രം വിഷമിച്ചിട്ട് കാര്യം അന്വേഷിച്ചിട്ട്, ഞാൻ അച്ഛാ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇവിടെ വരാൻ അച്ഛൻ എന്നോട് വഴക്ക് പറയുന്നു. ശരിക്കും അച്ഛനെ ശാസിക്കുകയും വഴക്കുറയൊക്കെ ചെയ്തു. എങ്കിലും എന്റെ കണ്ണുനീര് കണ്ടിട്ട് അച്ഛൻ സ്തോത്രം അവരൊക്കെ പറഞ്ഞു, അവൻ വരട്ടെ, എന്തായാലും ചെയ്യാൻ വരട്ട് വന്നല്ലോ, ഇവിടെ വരെ വന്നല്ലോ, നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ കർണാടക പ്രദേശത്ത് മലപ്പ, തൊട്ടം, ബംഗോളി, കാർവാർ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ 6 മാസമാണ് അവിടുത്തെ സീസൺ. ആ സീസൺ വരെ അവിടുന്ന് അച്ഛൻ എന്നെ തണ്ട് വലിക്കാനൊക്കെ. അപ്പോൾ അന്നത്തെ കടൽ മിഷൻ അല്ല, അന്നത്തെ തണ്ട് വലിക്കണം. സ്തോത്രം തണ്ട് വലിച്ച് 73 കാലഘട്ടമാണ് ആ സ്ഥലം. ഞാൻ 8ാം സ്റ്റാൻഡിൽ പഠിച്ചു നിൽക്കുമ്പോൾ 73 കാലഘട്ടമാണ്. അതെ. അപ്പൊ അങ്ങനെ തണ്ട് വലിക്കുന്ന അനുഭവത്തിലേക്ക് അച്ഛൻ എന്നെ ശരിക്കും പഠിപ്പിച്ച് എന്നെ. അപ്പോഴൊക്കെയാണ് അച്ഛൻ എന്നോട് പറഞ്ഞ, കണ്ടോ കടലിന്റെ ജീവിതം കണ്ടോ എന്നൊക്കെ എന്നോട് അച്ഛൻ സ്തോത്രം വളരെ ദേശത്തിലൊക്കെ പറയുന്ന അനുഭവം. ഞാനെല്ലാം കണ്ടു മനസ്സിലായി. കടൽ ജീവിതം എന്തായാലും വളരെ കഷ്ടപ്പാടുള്ള ജീവിതമാണെന്ന് മനസ്സിലായി. ഞങ്ങൾ 6 മാസത്തെ അവിടുത്തെ സീസൺ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്ര പേരൊക്കെ ഇവിടെ നിന്നൊക്കെ പോകുന്നു. ഞങ്ങൾ മാത്രമല്ല, അനേകര് സ്തോത്രം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെയും പല നാടുകളിൽ നിന്നൊക്കെയും സ്തോത്രം ആ കർണാടക ദേശത്തേക്കും പോയി പണിയെടുക്കുന്ന പതിവാണ്. അങ്ങനെ സീസൺ കഴിഞ്ഞ ശേഷം ഞങ്ങളും ഞങ്ങളോടൊപ്പം ആ ഭാഗത്തൊക്കെ ഉള്ളവരായ അനേകരും തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് എന്തായാലും ഇങ്ങനെ എന്റെ മനസ്സിൽ തോന്നി, കടൽ ജീവിതം എന്തായാലും ഒരു വല്ലാത്തൊരു ജീവിതമാണല്ലോ, അതിലേക്ക് തുടർന്നാൽ ശരിയാവത്തില്ല, എനിക്ക് തുടർന്ന് ഇങ്ങനെ പഠിക്കണം എന്നുള്ളൊരു താല്പര്യം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇനിയും എന്റെ സ്കൂൾ തുറക്കണമെങ്കിൽ ഇനി ഒരു 6 മാസം കാത്തിരിക്കണം. അപ്പൊ അതുവരെ ഞാൻ എന്റെ മൂത്ത ചേച്ചിക്ക് മരങ്ങളുണ്ട്, കട്ടമരമുണ്ട്. സ്തോത്രം. എന്റെ അളിയനോടൊപ്പം ഞാൻ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അളിയൻ എന്നെ കൂടെ ചൂണ്ടമരത്തിന് കൊണ്ടുപോകുന്ന പതിവാണ്. അങ്ങനെ 6 മാസത്തോളം സ്തോത്രം അളിയനോടൊപ്പം ഞാൻ പണി ചെയ്ത ശേഷം പിന്നെ ഞാൻ എന്തെന്നറിയോ, സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ അവിടെ സ്കൂളിൽ പോയി.
ചെന്ന് ഗസ്റ്റ് മാസ്റ്ററെ കണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിയിട്ട് പ്യൂണിനെ സമീപിക്കാൻ പറഞ്ഞു. ഇതിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പ്യൂണെല്ലാം വ്യക്തമായിട്ട് പറയുന്നു. വാസ്തവത്തിൽ ഞാൻ പറയട്ടെ, ആ ഒരു വർഷവും തോറ്റവരും ജയിച്ചു കിടക്കുന്നതായിട്ട് ഓൾ പ്രൊമോഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വർഷമായിട്ടാണ് അന്ന് ആ വർഷത്തെ പ്രഖ്യാപനം. അപ്പോൾ ഞാൻ വളരെ ആശ്വസിച്ചു. ഞാൻ ഒരു വർഷം പാഴായി പോയില്ലല്ലോ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടെന്നുള്ളത് എനിക്ക് തീർത്തും മനസ്സിലായി. ദൈവത്തിന് അങ്ങനെ ഞാൻ ഹൈസ്കൂൾ വരെ, സ്തോത്രം, 10ാം ക്ലാസ് വരെയും അവിടെ പഠിക്കുവാനിടയായി. 10ാം ക്ലാസ്സിൽ പഠിച്ച ശേഷം വീണ്ടും ഞാൻ എഴുതി തോറ്റു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാൻ പഠനം നിർത്തിയ ശേഷം ദൈവത്തിന് സ്തോത്രം 75 പഠനം നിർത്തിയത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പിന്നെ 76 ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു, ലൈസൻസ് കിട്ടി, പാസ്സായി, ലൈസൻസ് കിട്ടി. സ്തോത്രം 77 ആയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതന്റെ സ്തോത്രം പ്രേരണയാൽ ഞാൻ സ്തോത്രം ബാംഗ്ലൂരിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകാൻ ഇടയായി. അവിടെ ജോലി അന്വേഷിച്ച് ജോലി കണ്ടെത്തി. അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിലെ കൊച്ചി പേർഷ്യ എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളുടെ ദേശത്തെ സ്തോത്രം ആ ലോഞ്ചിയുള്ള സമയത്ത് കള്ളക്കടത്തിലേക്ക് പോകുന്ന കാലഘട്ടം മുതലേ ഞങ്ങളുടെ നാട്ടിൽ ആൾക്കാരൊക്കെ പോകുമായിരുന്നു. എന്റെ ദേശം സ്വദേശം എന്ന് പറയുന്നത് തീരപ്രദേശം എന്ന് പറഞ്ഞില്ല, പുതിയതര എന്നാണ് എന്റെ സ്വദേശം. ഞാൻ ആയിരിക്കുന്ന എയർപോർട്ട് പ്രദേശത്തിൽ നിന്നും എന്റെ ഭാര്യ കുടുംബം വീടാണ് എയർപോർട്ട് പരിസരം. സ്തോത്രം ഞങ്ങൾ കുറച്ച് സ്ഥലം വിലയ്ക്ക് വാങ്ങിയിട്ടാണ് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തീരദേശം വിട്ട് കുറച്ചകലെ എയർപോർട്ടിന്റെ ഭാഗത്ത് ബിൽഡായിട്ട് സ്തോത്രം എയർപോർട്ടിന്റെ അടുത്തായിട്ട്. അപ്പോൾ അങ്ങനെ സ്തോത്രം ആയിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അത്തരത്തിലൊക്കെയും ദൈവം ഹല്ലേലൂയ സ്തോത്രം ഇത്തരത്തിൽ എന്നെ കൊണ്ടുപോകുന്ന അനുഭവമായിരുന്നു. അപ്പൊ എന്റെ സ്വദേശത്തെ പുതിയതറ എന്ന് പറയുന്നെങ്കിലും എന്റെ ചെറുപ്രായത്തിൽ, അതായത് എന്റെ അച്ഛൻ്റെയൊക്കെ ഓർമ്മ ഉള്ള കാലങ്ങളിലൊക്കെ അതിനെ ചിന്നമാർത്തണ്ഡപുരം എന്നാണ് അറിയപ്പെടുന്നത് എന്റെ സ്വദേശത്തെ. അപ്പൊ ഇപ്പോൾ വന്നിട്ട് പുതിയതറയാണ് നിലവിലായിരിക്കുന്ന പേര്. ദൈവത്തിന് സ്തോത്രം. കരിങ്കുളം പഞ്ചായത്തിലാണ്. അതിന്റെ അവിടെ ഒരു പള്ളിയുണ്ട്, വലിയൊരു പള്ളി. ദൈവത്തിന് സ്തോത്രം. അത് ഞങ്ങളുടെ മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ തന്നെ ഒരു 5 നിലയുള്ള ഒരു കുരിശടി ഉണ്ട്, കത്തോലിക്ക കുരിശടി. അതിൽ നിന്നും മുകളിൽ പോകണമെങ്കിൽ ഒരു 1/4 മൈലോളം നടക്കണം. അത്രയും നടക്കണ്ട ഈ പള്ളിയെ സ്തോത്രം കണ്ടെത്തുവാൻ വേണ്ടി. അത്രയും നടന്നു ചെന്ന് പള്ളി കണ്ടെത്തണം. അപ്പൊ അങ്ങനെയാണ്. അതിന്റെ അടുത്തായിട്ടാണ് കരിങ്കുളം പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഇതിനെ കൊച്ചിയടപ്പ് എന്ന് നമ്മുടെ ദേശത്തിന് അറിയപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ അങ്ങനെ ഞാൻ സ്തോത്രം സ്കൂളില് ബാംഗ്ലൂരിൽ ഞാൻ ആയിരുന്നപ്പോൾ, ബാംഗ്ലൂരിൽ ചെന്ന ശേഷം ഞാൻ കത്തോലിക്കനാണെങ്കിലും LC 30 ആണെങ്കിലും ദൈവത്തിന്റെ സ്തോത്രം ഞാൻ പെന്തിക്കോസ്ത് സഭ എവിടെയാണെന്ന് ബാംഗ്ലൂരിന്റെ പ്രദേശത്തായിരുന്നപ്പോൾ ഞാൻ കിലോമീറ്ററോളം ദൂരം നടന്ന് പെന്തിക്കോസ്ത് ചർച്ച് കണ്ടുപിടിച്ചു, പെന്തിക്കോസ്ത് പള്ളി കണ്ടുപിടിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു തമിഴൻ പാസ്റ്ററിനെയാണ് ഞാൻ കണ്ടെത്തിയത്. 77 കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്കാണെങ്കിൽ അന്നേ സന്ദർഭത്തിൽ സ്തോത്രം ആ സാഹചര്യങ്ങളിലൊക്കെ പെന്തിക്കോസ്തുകാരോട് അന്നത്തെ നിലവാരത്തനുസരിച്ച് എനിക്ക് യാതൊരു കയ്പോ വെറുപ്പോ ഉദ്ദേശവും ഇല്ല. അങ്ങനെ ഒരു മനസ്സാണ് ദൈവം എനിക്ക് വളർത്തുന്നത്. അന്ന് ഇന്നൊക്കെ അങ്ങനെയാണ്. എങ്കിൽ ഇന്നത്തെ അനുഭവങ്ങൾ നോക്കുമ്പോൾ സ്തോത്രം അല്പം വ്യത്യസ്തമായ രീതിയിലാണ് എനിക്ക് പലതൊക്കെ അനുഭവപ്പെടുന്നത്. എങ്കിൽ അതൊക്കെ ഞാൻ പിന്നെ പറയാം. ദൈവത്തിന് സ്തോത്രം. ദൈവം ഓർമ്മപ്പെടുത്തുമെങ്കിൽ. അപ്പൊ അങ്ങനെ ഞാൻ എന്നറിയോ, അന്ന് ആ പാസ്റ്ററോട് എന്റെ അനുഭവങ്ങളൊക്കെയും പറഞ്ഞ ശേഷം എന്റെ സ്തോത്രം അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചയച്ചു. നമ്മളവരെ ഞാൻ അങ്ങനെ സ്തോത്രം ചില മാസങ്ങൾ അവിടെ കടന്നുപോയപ്പോൾ പാസ്പോർട്ട് ഞാൻ അപേക്ഷിച്ചിട്ടാണല്ലോ അവിടെ പോയതെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അന്വേഷണം എൻക്വയറിക്ക് ഞാൻ ബാംഗ്ലൂർ ഇരുന്നപ്പോൾ ഞാൻ ആയിരുന്ന ജോലി സ്ഥാപനത്തിൽ എന്റെ അന്വേഷണത്തിന്റെ അഡ്രസ്സിൻ പ്രകാരം, ആ സ്ഥാപനത്തിന്റെ അഡ്രസ്സിൻ പ്രകാരം എന്റെ പേരിലുള്ള എന്നെ കണ്ടെത്തി. അവിടെ അതിന്റെ അധികൃതർ എനിക്ക് എന്റെ അന്വേഷണങ്ങളൊക്കെ തിരക്കിയ ശേഷം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്റെ പാസ്പോർട്ടിന്റെ അന്വേഷണത്തിനാണ് വന്നിരിക്കുന്നത് പറഞ്ഞിട്ടാണ്. പിന്നെ കുറച്ച് സ്തോത്രം നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ പാസ്പോർട്ട് കിട്ടിയെന്ന് എന്റെ മാതാപിതാക്കൾ എനിക്ക് അഡ്രസ് അന്ന് പോകണമെന്നില്ലല്ലോ, എന്നെ അറിയിച്ചായിരുന്നു. ലെറ്റർ മുഖേന എന്നെ അറിയിച്ച് പാസ്പോർട്ട് കിട്ടി. എന്നെ 78 അവരെന്നെ സ്തോത്രം അവിടെ നിൽക്കണ്ട, നിന്നെ ഞങ്ങൾ വിദേശത്ത് വിടുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം എന്നെ നാട്ടിലേക്ക് വരുത്തി. അങ്ങനെ ഞാനും എന്റെ വലിയപ്പന്റെ മകനും എന്റെ മാമന്റെ വീട് കേറാപ്പിൽ എന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവായ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ഏജന്റെങ്കിലും അദ്ദേഹമാണ് ഞങ്ങളെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒന്ന് വിദേശത്ത് പോയാൽ മക്കൾ നന്നാകുമല്ലോ എന്ന് ഓർത്തിട്ട് അദ്ദേഹം ഞങ്ങളെ ബോംബെക്ക് അയച്ചു. അന്നൊക്കെ ബോംബെ വഴിയാണ് പോകേണ്ടത്. ഗൾഫിൽ പോകണമെങ്കിൽ അന്നത്തെ ബോംബെ വഴിക്കാണ് പോകേണ്ടതായ കാലഘട്ടം.
അങ്ങനെ ഞങ്ങൾ സ്തോത്രം 1-2 മാസമോളം അവിടെ കഴിഞ്ഞിട്ടും ഞങ്ങളെ അയക്കുവാൻ കഴിയുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഓരോരുത്തരും, ഞങ്ങൾ മാത്രമാണ്, ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠന്റെ മകൻ, ഞാനും, ബാബു എന്നാണ് അവന്റെ പേര്. അപ്പൊ ഞങ്ങളോടൊപ്പം വേറെയും ഞങ്ങളോടൊപ്പം ഈ വിദേശത്ത് പോകാൻ 19 വേറെയും ഉണ്ട്, വേറെ ആൾക്കാരുടെ കീഴില്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു റൂമിലാണ് താമസിക്കുന്നത് ബോംബെയില്. അപ്പൊ ഇപ്പൊ ഒരു പെട്ടെന്ന് 2 മാസം, ഏകദേശം 2 മാസം എടുക്കാറപ്പോ എനിക്ക് പെട്ടെന്ന് മലേറിയ പിടിച്ചു. മലേറിയ വന്നപ്പോൾ സ്തോത്രം ഞാൻ വല്ലാതെ, എന്റെ അനുഭവം എന്റെ വല്യപ്പന്റെ മകൻ ബാബു കണ്ടിട്ട് ഒരു ഡേഞ്ചറസ് ആണെന്ന് അവന് മനസ്സിലായി. എന്നെ കണ്ടിട്ട് കരയുകയാണ്. അതിന്റെ സീരിയസിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു എന്ന് അവന് മനസ്സിലായി. എന്റെ അനുഭവം, കണ്ണ് തുറക്കുന്നില്ല, വാ തുറക്കുന്നില്ല, ഷർദിൽ അങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. വായിന്നും പിന്നെ എന്റെ മല നോക്കിയും എല്ലാം വയറിളകി ലൂസായിട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. പിന്നെ മോൻ കരഞ്ഞ് പിന്നെ അവന്റെ ഏജന്റ് എന്നെ വിളിച്ച് കാര്യം സൂചിപ്പിച്ചപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് തരേണ്ടതൊക്കെ ഒരു തരുന്നുണ്ട്, എനിക്കത് ഇറങ്ങുന്നില്ല. ഈ മൊസംബി ഇതൊക്കെ ഇതിന് നല്ലതാണെന്നൊക്കെയാണ് പറഞ്ഞത്, മലേറിയയൊക്കെ നല്ലതാണ്. അപ്പൊ അതൊക്കെ കഴിച്ചെങ്കിലും അങ്ങനെ എനിക്ക് അതിനോട് എന്നെ പ്രതികരിക്കുന്നില്ല. കൃപയാൽ എങ്ങനെയോ ആ രോഗം എന്നിൽ നിന്നും വിട്ടുപോയി. പിന്നെ ഞങ്ങള് 16 പേർ നാട്ടിലേക്ക് തിരിച്ചു. ഏജന്റ് ഞങ്ങളെ പറ്റിച്ചതായിട്ടാണ് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മളൊരു സ്തോത്രം ഞാൻ പറയട്ടെ, വിദേശ യാത്രയാണ് അതിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി ഒരു വട്ടമല്ല പല തവണ വിദേശ രാജ്യത്തേക്ക് പോകുക എന്ന് മാതാപിതാക്കൾ, ബന്ധുക്കൾ, വേണ്ടപ്പെട്ട എനിക്ക് വേണ്ടി സ്തോത്രം ശരിക്കും പരിശ്രമിച്ചു. പക്ഷെ എന്നാൽ അവിടെ എല്ലാം സ്തോത്രം നിരാശ മാത്രമേ ലഭിച്ചുള്ളൂ. യഥാർത്ഥ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന അനുഭവമായിരുന്നു. ഞാൻ സ്തോത്രം സ്വർഗത്തെ സാക്ഷി നിർത്തി പറയട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്റെ സ്നേഹിതന്മാരൊക്കെയും പലരും പല ഏജന്റന്മാരെടുത്ത് കൊടുത്ത് എനിക്കൊടുവിൽ എനിക്ക് മുമ്പും ഒക്കെയും സ്തോത്രം, എനിക്ക് മുമ്പ് പോയിട്ടുള്ളവരായിട്ട് അങ്ങനെ കാണുന്നില്ല, എനിക്ക് പിമ്പ് തന്നെയാണ് പോയിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കി കഴിയും. അവരൊക്കെയും ഓരോ ഏജന്റന്മാരെ കൊടുത്തൊക്കെ അവരൊക്കെ നല്ല നിലവാരത്തിൽ പൊടിഷനായിരിക്കുന്ന 1-2 വ്യക്തികളുമുണ്ട്. സ്തോത്രം എന്റെ സ്നേഹിതനായ ഒരു പീറ്റർ ഫ്രാൻസിസ് എന്ന് പറഞ്ഞുകൊണ്ട് പൊടിഷനാണ്. അതിന്റെ ഉള്ള ബന്ധത്തിലൊക്കെ ഞാൻ പിന്നെ പറയാം. ദൈവത്തിന് സ്തോത്രം. ആ പൊടിഷൻ എന്നുള്ളതായ ആ വ്യക്തിയുടെ സ്തോത്രം ആ നിലവാരമൊക്കെ ഞാൻ സ്തോത്രം ദൈവം അനുവദിച്ചാൽ ഞാൻ അതൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, സ്തോത്രം അത്തരത്തിലൊക്കെയും ഇവരൊക്കെ ഒരു നല്ല നിലവാരത്തിലേക്ക് ആയിരിക്കുന്നല്ലോ എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ മുമ്പ് ഞാനും നമ്മുടെ നഷ്ടപ്പെട്ടവനായി സ്തോത്രം ഞാൻ അത്തരത്തിൽ ഇനി ജീവിക്കണ്ട എന്നുള്ളതായ ഒരു അനുഭവം എന്നെ ഭരിക്കുകയായിരുന്നു. സ്തോത്രം ഞാൻ പെട്ടെന്ന് എനിക്ക് സ്തോത്രം എന്റെ മാതാപിതാക്കൾ എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. നീ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട, ദൈവം നിനക്ക് എന്തോ കരുതിയിട്ടുണ്ട് പിന്നിൽ എന്നൊക്കെ എന്നോട് അവർ ആശ്വസിക്കാറുണ്ട്. അത്തരത്തിൽ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ഞാൻ പെട്ടെന്നൊരു ഹലിൽ എന്റെ മനസ്സ് വല്ലാത്ത മുമ്പിൽ ഞാനൊരു മാനസിക നിലവാരത്തിലേക്ക് ദൈവം അതൊക്കെ എന്നെ വിടുവിച്ചു. സ്തോത്രം വീണ്ടും വിദേശത്ത് പോകുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. അവിടെയും പരാജയം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ 88 കാലഘട്ടത്തിൽ എന്റെ വിവാഹം കഴിഞ്ഞു. എനിക്കും തൊട്ട് മുമ്പ് 3 സഹോദരന്റെ വിവാഹം കഴിഞ്ഞ് അവർ 3 പേർക്ക് മക്കൾ ഉണ്ടായ ശേഷമാണ് എന്റെ 33-ാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹിതനാകുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ചെറിയ കാര്യങ്ങളൊക്കെയും വലിയ സ്തോത്രം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ദൈവത്തിന് മസ്തുണ്ട്, ഞാൻ എല്ലാം അത് വിശദീകരിക്കുവാൻ പോകുന്നില്ല. അപ്പൊ അത്തരത്തിലൊക്കെയും സ്തോത്രം അത് 3 സഹോദരങ്ങൾക്ക് എന്നോട് അത്രയ്ക്കും എന്നെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സഹോദരനാണ്. സ്തോത്രം എന്റെ സഹോദരങ്ങൾ എല്ലാവരും, എന്റെ ചേച്ചി ഉൾപ്പെടെ എല്ലാവരും എന്നോട്, എന്റെ ബന്ധപ്പെട്ടവര്, എന്റെ അയൽവാസികൾ എല്ലാവരും അങ്ങനെയാണ്. എന്നോട് പ്രത്യേക ഒരു എന്നെ അങ്ങനെയാണ് അവർ കാണുന്നത്. അപ്പൊ അങ്ങനെ എന്റെ അനുഭവങ്ങളെല്ലാം കണ്ട് പിന്നെയും അവര് എനിക്ക് വേണ്ടി പരിശ്രമിച്ചു. അവിടെയും പരാജയം തന്നെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ 88 ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ ഇനിയെങ്കിലും കഷ്ടകാലം മാറുമെന്ന് ഞാൻ ഇവിടെ എല്ലാവരും കരുതിയെങ്കിലും അവിടെയും അതിനേക്കാൾ ചെറിയ അനുഭവങ്ങൾ ഒന്നിനു പുറമെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ സ്തോത്രം 82 കാലഘട്ടത്തിൽ ഞാൻ സ്തോത്രം വിവാഹത്തിന് മുമ്പ് 82 കാലഘട്ടത്തിൽ എന്റെ നാട്ടിനടുത്തൊരു സ്തോത്രം AG സഭയുണ്ട്. അതും ഒരു ഗുഡ് ഫ്രൈഡേ ആയിരുന്നു. ഒരു ഗുഡ് ഫ്രൈഡേ സ്തോത്രം അതേപോലെ ഒരു ഗുഡ് ഫ്രൈഡേയിലായിരുന്നു സ്തോത്രം 93 കാലഘട്ടത്തിൽ ഞാൻ അവിടെ പോയി ആ പാസിനെ കണ്ടു. സ്തോത്രം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. എന്റെ മനസ്സിൻ്റെതായ ചില പ്രയാസങ്ങൾ അങ്ങ് വിട്ടുമാറി എനിക്ക് എടുത്താർപ്പിച്ച് അദ്ദേഹം അയച്ചു. അങ്ങനെ 92 കാലഘട്ടത്തിലെ സ്തോത്രം അങ്ങനെ അത് പോയി. പിന്നെ 82 കാലഘട്ടത്തിൽ, പിന്നീട് 85 കാലഘട്ടമായപ്പോൾ എന്റെ നാട്ടിലുള്ളതിന്റെ എനിക്ക് ഒരു കൂട്ടുകാരനുണ്ട്. ഞാൻ പാട്ടൊക്കെ എഴുതുമ്പോൾ മാതാവിന്റെ പാട്ട് എഴുതും. നമ്മുടെ മനക്കലച്ചൻ, ജോസഫ് മനക്കലച്ചൻ,
തമിഴ്നാട്ടിലുള്ള ബർഗ്മാൻസ് അച്ഛൻ, ഇങ്ങനെയൊക്കെ ഇവരൊക്കെയും എഴുതുന്നത് പോലെ ഞാനും കൃപയാ യേശുവിനെ കുറിച്ചും മാതാവിനെ കുറിച്ചൊക്കെ ധാരാളം പാട്ടുകളൊക്കെ എഴുതി പാടുന്ന ഒരു 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 വ്യക്തിയാണ്. അപ്പൊ ദൈവം തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം അന്ന് മുമ്പും സ്തോത്രം ഏകദേശം ഒരു 50 വർഷമായി എന്ന് പറയാം പാട്ട് എഴുതി തുടങ്ങിയിട്ട്. ദൈവത്തിന് സ്തോത്രം. എന്റെ വീട്ടിലെ ജപമാല പഠിക്കുമ്പോൾ സ്തോത്രം എന്റെ സഹോദരങ്ങളൊക്കെ ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ മാതാവിനെ കുറിച്ച് ചില പാട്ടുകളൊക്കെ അവർ ഏറ്റുപാടുന്ന അനുഭവം, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ അവരിന്നും ആ പാട്ട് പാടുമെന്നാണ് എന്നോട് പലപ്പോഴും പറയാറുള്ളത്. സഹോദരൻ, ഞാൻ നിങ്ങളെ ഈ പാട്ടിന് പാടണ്ട, മാതാവിന് സ്തുതി കൊടുത്തുള്ളതായ രീതി ഇനിയിപ്പോ വേണ്ട. എന്റെ ഇപ്പോഴത്തെ അനുഭവം വെച്ച് ഞാൻ അവരോട് പറയാം, അവരുടെ അറിവില്ലായ്മ സ്തോത്രം. അപ്പോ അത്തരത്തിലൊക്കെ ഞാൻ അങ്ങനെ അവരോട് പറയുമായിരുന്നു. പിന്നെ 85 ഈ ജെയിംസ് എന്ന് പറയുന്നതായിട്ട് ഞാൻ പാട്ട് എഴുതുമ്പോഴൊക്കെ ഈ ജെയിംസിനോട് ഞാൻ ചെറിയ കാര്യം പറയും, ഇങ്ങനെ ഒരു പാട്ട് എഴുതുമ്പോൾ നമുക്ക് അങ്ങോട്ട് എവിടെയെങ്കിലും പോയിട്ട് വീരമായ സ്ഥലത്തിൽ നിന്ന് നമുക്ക് പാടാം. അപ്പൊ ഞാൻ പാടുമ്പോൾ ട്യൂൺ ചെയ്യുവാനും ദൈവം കൃപ എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ പാട്ടുമല്ല, ഇച്ചിരി പാട്ടുകളൊക്കെ ഞാൻ എനിക്ക് തന്ന പാട്ടുകൾ കൃപയാണ് ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് പാടുന്ന പതിവാണ്. അപ്പൊ ഞാനിങ്ങനെ പാടുമ്പോൾ ഈ ബ്രദറ് താളമിടും. അപ്പൊ അത്തരത്തിൽ അവൻ അത് എൻജോയ് ചെയ്യാറുണ്ട്, ഞാനും എൻജോയ് ചെയ്യും, ആ ബ്രദറെ എൻജോയ് ചെയ്യും. അപ്പൊ അത്തരത്തിൽ ഒരു ഐക്യത്തിലായിരുന്നു എന്റെ ഞാനും ആ സഹോദരനും കൂടെ ഒരുമിച്ചുള്ളതായ നിലവാരം. അങ്ങനെ ഈ സഹോദരൻ ഈ സഹോദരൻ തമിഴ്നാട്ടില് മദ്രാസില് ഒരു പ്രമോദത്തിൽ ഒരിക്കലും അവിടെ പോയപ്പോൾ അവിടെ നിന്നാണ് രക്ഷിക്കപ്പെട്ട് പുള്ളി വന്നത്. എന്നാൽ ഇടയ്ക്ക് വെച്ച് പുള്ളി പിന്നെ എന്ത് പറയാനാ പിന്മാറ്റത്തിലേക്ക് മദ്യപിച്ച് അങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോയൊരു അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പിന്നെ പുള്ളി ഇപ്പൊ റൈറ്റ് ഓൾറെഡി ഇപ്പോഴത്തെ ഭാഗത്തേക്ക് മടങ്ങി വന്നു. സോ വളരെ ആക്റ്റീവായിട്ട് ദൈവം ബ്രദറിനെ ജെയിംസ് ബ്രദറിനെ നടത്തുന്നു. ദൈവത്തിന് ഈ ബ്രദറാണ് 85 കാലഘട്ടത്തിൽ എന്റെ നാട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരം അകലെ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുണ്ട്. ഈ സഭയില് ഈ ബ്രദർ എന്നെ കൊണ്ടുപോയി ഒരു 21 ദിവസത്തെ ഉപവാസം നടക്കുകയാണ്, നമുക്ക് ഒരു ദിവസം അവിടെ പോകാന്ന് പറഞ്ഞു. ഞാൻ പുള്ളിക്കാനോടൊപ്പം പോയി വരവേ സ്തോത്രം ഏകദേശം 100 പേരോളം അടങ്ങുന്ന ഒരു മീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഏകദേശം 10ഓളം പാസ്റ്റർമാര് അവരുടെ മുൻനിരയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഏറ്റവും ഒടുവിലായിട്ടാണ് ചെന്ന് ഈ വിശ്വാസത്തിന്റെ ഏറ്റവും ബേക്കിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ മീറ്റിംഗ് ഏകദേശം കഴിയാറായപ്പോൾ അവിടുത്തെ മെയിൻ പാസ്റ്ററാണെന്ന് തോന്നുന്നു, അദ്ദേഹം എന്നെ കണ്ടിട്ട് എന്നെ മുൻവശത്ത് വരാൻ പറഞ്ഞു. മുൻവശത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ വരാൻ പറഞ്ഞു. ഞാൻ മുൻവശത്ത് പോയി, എന്നെ മുട്ടിലിരിക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടമ്മേലിരുന്നു. എന്നിട്ട് അദ്ദേഹം ആദ്യം എന്നെ തോളിൽ കൈവച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് മനസ്സിലാവും. അങ്ങനെ എന്നെ തോളിൽ കൈവച്ച ശേഷം എന്നോട് പുള്ളി സീക്രട്ട് പറഞ്ഞു. എന്നിട്ട് അതിനു മുമ്പേ അവിടെ ഇരുന്ന എല്ലാവരെയും എന്റെ അടുക്കൽ ഈ മെയിൻ പാസ്റ്റർ വിളിപ്പിച്ചു എന്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കാൻ. അപ്പൊ അവരെല്ലാവരും സ്തോത്രം വന്നു, പാസ്റ്റർ പറഞ്ഞ പ്രകാരം എല്ലാവരും വന്ന് എന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അതുവരെ ഉണ്ടാകാത്തതായ ഒരു പ്രത്യേകതായ ഒരു അനുഭവം, അതായത് എന്റെ ഉള്ളിലും എന്റെ അകത്തും സ്തോത്രം ഒരു പ്രകാശ വലയത്തിൽ ഞാൻ ആയിരിക്കുന്നതായ ഒരു അനുഭവം എന്നെ ഭരിക്കുകയാണ്. അത് കാണുന്നത് ഭൗതിക നേതൃത്വത്തിൽ നേത്രം കൊണ്ട് കാണുന്ന ആ ഒരു അനുഭവവും ആത്മീയ നേത്രം കൊണ്ട് കാണുന്ന ഒരു അനുഭവം രണ്ടും വ്യത്യാസമാണല്ലോ. അപ്പൊ അവിടെ ഇരിക്കുന്നവരെല്ലാം ഈ പ്രാർത്ഥന കഴിച്ച് എന്റെ ഉള്ളിൽ ഇരിക്കുന്ന പ്രകാശത്തിന്റെ വലയം, ഞാൻ കാണുന്നതായ കാഴ്ചയുടെ പ്രകാശം അതിൻ്റെതായ രീതി എനിക്ക് മനസ്സിലാക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ഭൗതിക നേത്രത്തിലല്ല, ഒരു ആത്മീയ നേത്രത്തിൽ ഇരിക്കുന്നത് എല്ലാവരും എനിക്ക് കാണുവാൻ കഴിയുന്നു. അപ്പൊ ഞാനിത് കുറച്ച് സമയം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ളത്. ഇതുവരെ എനിക്ക് മുമ്പ് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ ആസ്വദിച്ചിട്ടതിന് ശേഷം എന്നെ കൊണ്ടുപോയി ആ ബ്രദറിനോട് ഞാൻ ഈ അനുഭവം പറഞ്ഞു. ബ്രദർ പോയിട്ട് ആ പാസ്റ്റർ വിളിച്ചൊരു കാര്യം ഇങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്ന് പറയും. എന്നെ വീണ്ടും വിളിപ്പിച്ചിട്ട് പാസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അല്പസമയം അദ്ദേഹം എന്നോ കണ്ടിട്ട് തലയിൽ കൈവച്ചിട്ടാണോ എന്നറിയില്ല, അതോ തോളിൽ കൈവച്ചിട്ടൊന്നും അറിയത്തില്ല. അല്പസമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ഭാഗത്ത് ദൈവസന്നിധി നിലനിൽക്കുകയാണെങ്കിൽ ദൈവം എന്നിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യുമെന്നും അനേകരുടെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം മുഖാന്തരം ഒരുക്കുമെന്നും പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇത്തരത്തിൽ ഇത് കേട്ടു എങ്കിലും സ്തോത്രം അവിടെ നിന്ന് എന്റെ സ്വദേശ ഈ നടക്കുന്ന AG സഭ ചെവ്വര എന്ന് പറയുന്ന AG സഭയാണ്. അവിടെ 4 കിലോമീറ്റർ ദൂരമാണ് എന്റെ വീട്ടിലേക്ക് എത്താമെങ്കിൽ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇത് ഞാനിങ്ങനെ ആസ്വദിച്ചിട്ടിരിക്കുകയാണ്, അതെന്നെ വിട്ടു പോയിട്ടില്ല. അത് ആസ്വദിച്ച് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കവേ സ്തോത്രം ഞങ്ങൾ രണ്ടുപേരും ബസ്സിൽ കയറി പിന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചൈതന്യം എന്നിൽ നിലനിർത്തുകയാണ്. അത് വിട്ടുപോയിട്ടില്ല. എന്നാൽ അത് വിട്ടുപോയത് എപ്പോഴാണെന്ന് അറിയുമോ? ഞാൻ വീട്ടിൽ എത്താറായപ്പോൾ എന്റെ ആ ചൈതന്യം അങ്ങ് എന്നിൽ നിന്ന് വിട്ടുപോകാനിടയായി. ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നമ്മളൊരു ഇതങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായെങ്കിലും ഞാൻ വീണ്ടും കത്തോലിക്കനായിട്ട് തന്നെ തുടർന്ന് പോവുകയാണ്.
ഈ ദൈവം ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് തന്നെങ്കിൽ ഞാനത് ഒരു ഭാഗം എന്റെ ഉള്ളിൽ അത് ഉണ്ട് എങ്കിൽ പോലും, അതിന് ഞാൻ ഓർമ്മ എന്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ പോലും ഞാൻ കത്തോലിക്കനായിട്ട് പിന്നെ പോവുകയാണ്. ഞാൻ കർത്താവിന് കീഴ്പ്പെടുന്നില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്ക് വന്നിട്ടില്ല. വചനം എന്റെ ഉള്ളിൽ ചെല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് ഇപ്പോഴത് മനസ്സിലാകുന്നത്. അന്നേ എനിക്ക് ദൈവം വചനം ഉള്ളിൽ തന്നെ ഫ്രീ ചെയ്തിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ ഞാൻ സ്തോത്രം അപ്പോൾ തന്നെ ദൈവത്തിന് കീഴ്പ്പെട്ട് ഞാൻ പെടുമായിരുന്നു. സ്തോത്രം. 85 കാലഘട്ടം നടക്കുന്ന കാര്യമാണ്. എന്റെ ദേശത്ത് നോക്കുകയാണ്, തീരപ്രദേശങ്ങളിലെ വെച്ച് നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാനത് വിവേചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മുമ്പേ അങ്ങനെ ആരും പെന്തിക്കോസ്തിലേക്ക് തീരപ്രദേശ ഭാഗത്ത് ഞങ്ങളുടെ ലൊക്കേഷന്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ തീരപ്രദേശത്ത് എവിടേക്കുള്ള ആ ഭാഗങ്ങളിലേക്കും ഇത്രയും വർഷമായിട്ട് ഏകദേശം ഒരു 48 വർഷം അടുപ്പിച്ചാണ്. 73 ബാംഗ്ലൂരിൽ വെച്ച് സ്തോത്രം ദൈവസഭയിൽ കണ്ടെത്തി. അന്ന് ദൈവസഭ പെന്തിക്കോസ്തുകാർ കണ്ടെത്തിയതാണ്. അപ്പൊ ഈ പെന്തിക്കോസ് ചർച്ച എവിടെ ഉണ്ടെന്നോ പെന്തിക്കോസ്തുകാർ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെന്ന് ഞങ്ങളുടെ തീരപ്രദേശവാസികൾക്ക് അങ്ങനെ ഒരു വാസനയോ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. പിന്നെയാണ് ഞാൻ പെന്തിക്കോസിൽ വന്നതിന് ശേഷമാണ് എന്റെ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കി. ഇപ്പോൾ ഓരോരുത്തരോടും ഞാൻ ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു, നിങ്ങൾ എത്ര വർഷമായി. അപ്പൊ ഓരോരുത്തർ അനുഭവം കേൾക്കുമ്പോൾ എനിക്ക് മുമ്പേ അങ്ങനെ ആരും വന്നിട്ട് ഞാൻ ദൈവത്തെ സ്തുതിയാണ്. കർത്താവ് പറയുന്നത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നാം നമ്മൾ കണ്ടിരിക്കുന്നുള്ളത്. അപ്പൊ കൃപയാൽ ഞാൻ പറയട്ടെ, ഞാനിത് പറയുന്നത് എന്നെ പുകഴ്ത്തുവാനൊന്നുമല്ല. നമുക്ക് അത് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തോട് അനുയോജിക്കുമ്പോൾ പുതിയൊരു സാക്ഷ്യം ഉളവാകും എന്നാണല്ലോ ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിക്കുന്നത്. അപ്പോൾ ഒരു പുതിയൊരു സാക്ഷ്യത്തിന് ഒരു ഉളവാകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ എന്റെ വിവാഹം നടന്നൊക്കെ നമ്മളൊരു സ്തോത്രം വിവാഹശേഷമാണ് കഷ്ടകാലം അങ്ങ് തുടങ്ങുവാൻ തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് മാറി ഞാൻ വല്ലാതെ സ്തോത്രം. ഞാൻ എന്റെ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. അത്തരത്തിലൊക്കെയും ഞാൻ കഴിഞ്ഞു വരുവേ പല 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 പ്രയാസങ്ങൾ എന്നെ ഭരിക്കുകയായിരുന്നു. ഒന്ന് മാറി ഓരോരോ വിഷയങ്ങൾ സ്തോത്രം അകത്തുനിന്നും പുറത്തു കൊള്ളുകയാണ്. ഇതെല്ലാം കണ്ടും കേട്ടും ഞാനും മനസ്സുമല്ലാത്ത മടുത്തു. സ്തോത്രം. അപ്പൻ മദ്യപാനി, എന്റെ വൈഫിന്റെ അപ്പൻ മദ്യപാനി, വൈഫിന്റെ അനുജൻ മദ്യപാനി, ബാക്കി 4 പെമ്മക്കളാണ്. 2-3 പേരൊക്കെ പെമ്മക്കൾ മരിച്ചുപോയി എന്ന് എന്റെ ഭാര്യയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഭാര്യയാണ് മൂത്തത്. അപ്പൊ ഇത്തരത്തിലൊക്കെ 2 കുടുംബവും നല്ല, എന്റെ കുടുംബവും അവരുടെ കുടുംബവും ഒട്ടും കുറവില്ലാത്ത സാമാന്യം തെറ്റില്ലാത്ത കുടുംബങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അത്തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്തോത്രം ഇവിടെ വന്നപ്പോഴാണ് എന്നെ വല്ലാതെ എന്നെ വിഷമിപ്പിക്കുന്നതായത്. അങ്ങനെ സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് 2 സെന്റ് സ്ഥലമെങ്കിലും ഇവിടെ തരാമെന്ന് പറഞ്ഞു. എന്റെ സ്വദേശത്തിൽ എന്റെ ആയിരുന്ന കുടുംബ വീട്ടിൽ നിന്ന് പകുതി വീട് എന്റെ അപ്പനമ്മ മരിച്ച ശേഷം അമ്മയുടെ ഒരു ആഗ്രഹം എന്റെ കല്യാണം കാണാൻ അമ്മയ്ക്ക് കഴിഞ്ഞു, അച്ഛനും കാണാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അമ്മയ്ക്കാണ് സ്തോത്രം വളരെ എന്നോട് അധികം എങ്ങനെയെങ്കിലും എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ടെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ ഉള്ളതായ ഒരു പക്ഷെ എന്നാൽ എന്റെ അമ്മ കൈവിടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നോടുള്ളതായ മനപ്രയാസം എന്റെ അമ്മയ്ക്ക് അധികമായിരുന്നു. അവിടെ ഇങ്ങനെ വിദേശത്തെ യാത്രയ്ക്ക് എന്റെ മകന്റെ ഭാവി നന്നായിരിക്കാൻ വേണ്ടി എന്റെ മാതാപിതാക്കളും ബന്ധുക്കളൊക്കെ വളരെ. പക്ഷെ ഇതിന്റെ പിന്നിൽ സ്തോത്രം മറഞ്ഞിരിക്കുന്നത് കർത്താവിന് അറിയുവാനുള്ളതായ ഒരു ഇതാണെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ എനിക്കത് മനസ്സിലായി. ഞാനും എന്റെ സ്നേഹിതന്മാരെ പോലെ വിദേശത്ത് ഒരു പ്രയാസം കൂടാതെ പോയിരുന്നെങ്കിൽ അവരെ പോലെ ഞാനും ധനം സമ്പാദിച്ചു കൂട്ടി അങ്ങനെ ഒരു ലോകപരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കഴിയത്തില്ല. അപ്പൊ എനിക്കിങ്ങനെയുള്ള കഷ്ടതയിലൂടെ കൊണ്ടുപോയാലല്ലോ ഒരു ദൈവത്തെ അറിയാനുള്ള മുഖാന്തരം ആകും എന്നുള്ളതാണ് എനിക്ക് സ്തോത്രം പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അങ്ങനെ ഇവിടെ വന്നു സ്തോത്രം. ഞാൻ തയ്ക്കുമായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ട്. തയ്യൽ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. നാട്ടിൽ കട നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിഷനെ കൊണ്ട് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്റെ ഭാര്യ വീട്ടിലേക്കാണ്. ഞാൻ തയ്ക്കുമായിരുന്നു. ട്രെയിൻ പഠിച്ചു, കാർ ഓട്ടിച്ചു, ഇവിടെയും വന്ന് വണ്ടിയൊക്കെ ഓട്ടിച്ചു. അപ്പൊ അത്തരത്തിൽ നാട്ടിൽ വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സീസണിലൂടെ എനിക്ക് കടൽപ്പണി അറിയാമായതുകൊണ്ട് ഞാൻ ഇവിടെയും കടൽപ്പണി ചെയ്യും. അങ്ങനെ തയ്യൽ പഠിച്ച് അങ്ങനെ തയ്യലിൻ്റെതായ കടൽ നടത്തിയിട്ട് അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ആ മിഷൻ അവിടെ കൊണ്ടുവന്നു. ഇവിടെ ഇട്ട മിഷൻ തെറ്റി കടൽ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്ന പതിവായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ 2 സെന്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞവർ അവര് സ്തോത്രം തരുമെന്ന് പറയുന്നല്ലാതെ അത് സെപ്പറേറ്റ് ആക്കുന്നില്ല. ഇതിൽ എന്റെ ഭാര്യയുടെ അമ്മച്ചി അവരാണ് തരുമെന്ന് പറഞ്ഞത്. പക്ഷെ തരുന്നില്ല. അപ്പൊ ഞാൻ വല്ലാതെ വിഷമിക്കുമായിരുന്നു. ഇവിടെ നിന്ന് ഈ മദ്യത്തിന്റെ അനുഭവത്തിൽ മാറി പിന്നെ സെപ്പറേറ്റ് താമസിച്ചാൽ നന്നായിരിക്കും എന്റെ മനസ്സിലേക്ക് തോന്നിയിട്ട്. അങ്ങനെയൊക്കെ ഞാൻ ഇവരോടൊപ്പം കഴിയുമ്പോൾ ഞാൻ അമ്മാവനോട് പറയും, ഞാനൊരു മദ്യപാനിയല്ല, ദൈവീയ നിങ്ങളുടെ മദ്യം നിർത്തണം, ഇങ്ങനെ മദ്യം പിടിച്ച ആരോടെ ഒരു പതിവ്. ഇത്തരത്തിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ശേഷം എനിക്ക് വല്ലാത്ത എന്റെ മനസ്സല്ലാതെ ഭാരപ്പെട്ടു. പിന്നീട് ഞാൻ അങ്ങനെ ചിന്തിച്ച് ശരിയില്ല, ഞാൻ നാട്ടിൽ ഇവിടെ അറിയാതെ ഞാൻ നാട്ടിൽ ചെന്നിട്ട് തയ്യൽ കട തുടങ്ങി. തയ്യൽ തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ സ്തോത്രം
നാളെ താമസിച്ചപ്പോഴിന്റെ അപ്പൊ ഒരു കൊച്ചു മോനുണ്ട് 89-ല് മോൻ, മൂത്ത മോൻ ജനിച്ചു. അങ്ങനെ മോൻ ഏകദേശം കൈക്കുഞ്ഞായിരുന്നപ്പോ എന്റെ ഭാര്യ ഒരു നാഷണൽ ഭാഷയിൽ നിൽക്കുന്നു. അപ്പൊ എന്റെ ഭാര്യ ഒരിക്കൽ ലെറ്റർ അയച്ചിട്ട് ഇങ്ങനെ ക്ഷമാർപ്പണം പറഞ്ഞു, ചേട്ടൻ തിരിച്ചു വരണം, ആ കാലത്ത് തൊഴുതാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പോ അങ്ങനെയൊക്കെ ഞാൻ എന്തായാലും ചിന്തിച്ചു, എന്തായാലും ഇനി പോകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ അങ്ങനെ ഒരു മനസ്സാണ് അങ്ങ് വന്നപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ. പിന്നെ ആകെ ഞാൻ എന്റെ സമയം തെറ്റി, സ്തോത്രം വല്ലാത്തൊരു അനുഭവം, എന്റെ ഉറക്കം നഷ്ടപ്പെട്ടവനായിട്ട് വീണ്ടും സ്തോത്രം ഞാൻ എന്ത് ചെയ്യണം അവനെ മരിക്കാനൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കവേ പെട്ടെന്ന് എനിക്ക് 85-ൽ AG സഭയിൽ വെച്ചുണ്ടായ അനുഭവം ഞാൻ അതോർത്തപ്പോൾ സ്തോത്രം ഞാൻ ദൈവത്തിന് സമർപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു സമർപ്പണം എന്റെ ഉള്ളിൽ വന്നപ്പോൾ എന്നിട്ടുണ്ടായിരുന്ന ഭാരം കംപ്ലീറ്റ് അങ്ങ് വിട്ടുപോയി. ഞാൻ പിന്നെ നാട്ടിൽ പോയിട്ട് വീണ്ടും ഞാൻ കയൽക്കട തുടങ്ങി. അവിടെ അങ്ങനെ ആയിരിക്കുമ്പോൾ സ്തോത്രം ഞാൻ അവിടെ ഇരുന്ന് പാട്ടുകൾ എഴുതും, കടയിൽ ഇരുന്ന് പാട്ടുകൾ എഴുതും. കല്യാണത്തിന് മുമ്പ് ഞാൻ സ്തോത്രം കൈക്കട നടത്തി അവിടെ ഇരുന്ന് പാട്ടുകൾ എഴുതും. അങ്ങനെ വിവിധ തരത്തില് ഘട്ടങ്ങളിലൊക്കെ ദൈവം എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓർമ്മകൾ. അപ്പൊ ഇത്തരത്തിലൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഞാൻ പെട്ടെന്ന് എനിക്ക് 83-ൽ ദൈവത്തിന്റെ ഒരു ആലോചന എന്നിൽ ഉണ്ടല്ലോ എന്നിങ്ങനെ എല്ലാം വിട്ടിട്ട് സ്തോത്രം വീണ്ടും എന്റെ നാട്ടിലേക്ക് പോയി. ഇവിടെ കൈക്കട തുടങ്ങി. എന്റെ നാട്ടിലുള്ള 2 ബ്രദേഴ്സിന്റെ അടുത്ത് എന്റെ കടയിൽ ബൈബിൾ വെച്ചിട്ടുണ്ട്, പുതിയ നിയമം ബൈബിള്. അപ്പൊ ഇത് കണ്ടിട്ട് അവരെന്നോട് ഇങ്ങനെ ചോദിച്ചു, അവരെന്റെ ഇളയതാണ്, ബൈബിളൊക്കെ ഇരിക്കുന്നതിൽ എന്താ വിശേഷം, കാര്യങ്ങളൊക്കെ ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കത്തോലിക്ക വിഭാഗത്തിൽ അങ്ങനെ ആരും വായിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു രസത്തിന് അങ്ങനെ ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരിൽ നിന്ന് അറിഞ്ഞ അവരിൽ നിന്ന് അറിഞ്ഞപ്പോ അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇവർ രണ്ടുപേരും ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു കുറച്ച് അകലെയുള്ള ഏകദേശം ഒരു 10 കിലോമീറ്ററിന് അകലെയുള്ളതായ ഒരു സഭയിൽ ഇവർ രണ്ടുപേരോടെ കൊണ്ടിരിക്കുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പൊ എന്നോട് പറയാം, അണ്ണൻ കൂടെ ഞങ്ങളോട് പോകണ്ട, ഞങ്ങൾക്ക് ഒരു സഹായമാവും, ധൈര്യമാവും, അണ്ണൻ കൂടെ ഞങ്ങളോട് ഇന്നടത്ത് ഇങ്ങനെ ഞങ്ങൾ എന്ന് പറഞ്ഞു. ഇവരുടെ ഇങ്ങനെയുള്ള ഇത് കേട്ടപ്പോൾ ഞാനിങ്ങനെ സന്തോഷിച്ചു. അപ്പൊ ഞാൻ കരുതി ആദ്യം ഞാൻ ഗുഡ് ഫ്രൈഡേ അവിടെ പോയി അവിടെ പോകാമെന്ന് കരുതിയിരുന്നതാണ്. കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേ 82-ൽ ഞാൻ ഗുഡ് ഫ്രൈഡേ സമയത്ത് 93-ൽ തന്നെ ഞാൻ അവിടെ പോയതാണല്ലോ, അദ്ദേഹത്തെ കണ്ട് പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അവിടെ ഞാൻ പോകാൻ 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ പോകാമെന്ന് ഞാൻ കരുതിയിരുന്നപ്പോഴുണ്ട് ഇവരിങ്ങനെ പറഞ്ഞു ഇവർ ഇന്നടത്താണ് പോകുന്നത്. കാരണം നാട്ടിന്റെ അടുത്തായതുകൊണ്ട് ഇവർക്ക് ആരെങ്കിലും കണ്ടാലോ എന്നുള്ള അന്നത്തെ ഒരു പ്രതികൂലങ്ങളാണ്, മൂർച്ഛിച്ച കാലമാണ്. സ്തോത്രം. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി ഞാനും വരാമെന്ന് പറഞ്ഞു. ഏകദേശം നോക്കുമ്പോൾ നല്ല തീ കത്തുന്ന ആരാധനയുള്ള ഒരു അനുഭവമുള്ള ഒരു സഭയായിട്ട് എനിക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്ന ശേഷം അവിടുത്തെ അന്തരീക്ഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ പാസ്റ്ററാണ്. ആ 85 കാലഘട്ടത്തിൽ അവിടെ ആയിരുന്ന പാസ്റ്ററാണെന്നാണ് ഞാൻ പിന്നീട് ഈ പാസ്റ്റർ അറിയുന്നത്. എനിക്ക് ഒരു അനുഭവം 85 കാലഘട്ടത്തിൽ ഏത് സഭയിൽ വെച്ചുണ്ടായ അനുഭവം. അന്ന് ആ മീറ്റിംഗിൽ ആ പാസ്റ്റർ, ആ സഭ നടത്തുന്നത്, ആ സഭ ചർച്ച അദ്ദേഹത്തിനാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. പാസ്റ്ററിന് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ എന്തെന്നറിയൂ, ആ പാസ്റ്ററിന്റെ സഹോദരന്മാരോടൊപ്പം തന്നെ അവിടെ ആരാധിക്കുന്നത് ഏകദേശം പേരും 3% പേരും തീരപ്രദേശത്തുള്ളതായ വിഴിഞ്ഞം ഭാഗം, വിഴിഞ്ഞം ഹാർബറൊക്കെ ആ ഭാഗത്താണ്. അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് പോകണം, പാച്ചല് പാറവിള എന്ന് പറഞ്ഞ AG സഭയാണ്. അപ്പൊ അവിടെ ഞാൻ ഇവരോടൊപ്പം പോയി വരവേ സ്തോത്രം പെട്ടെന്ന് എനിക്ക് ചില ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് സ്നാനപ്പെടണം എന്നുള്ളതായ ഒരു ആഗ്രഹം, ഒരു താല്പര്യം എനിക്ക് ഉന്നയിച്ചു. ഞാനെന്ന് പറയും കാര്യങ്ങളെല്ലാം പാസ്റ്റർ സൂചിപ്പിച്ച ശേഷം ഞാൻ പാസ്റ്ററും എന്നോടൊപ്പം വേറെ എന്റെ മുതിർന്ന ഒരു സാറുണ്ടായിരുന്നു, അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങളോടൊപ്പം വേറൊരു അങ്ങനെ 3 പേര് ഞങ്ങൾ സ്നാനപ്പെട്ടു. ഞാൻ സ്തോത്രം പറയട്ടെ, സ്നാനപ്പെട്ട ശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം എന്നെ സ്തോത്രം എന്നെ ഉപയോഗിക്കുന്നതായ വിധങ്ങള് സ്തോത്രം ഞാൻ ഓർക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹോളി സ്പിരിറ്റ് ഞാൻ സ്തോത്രം ശിരസിലൂടെ ഇങ്ങനെ അനുഭവിക്കുന്നതായ അനുഭവങ്ങള് സ്തോത്രം രാത്രി സമയങ്ങളിലൊക്കെയും കൃത്യം 4 മണിയാകുമ്പോൾ പരിശുദ്ധാത്മാവിനെ തട്ടി ഉണർത്തുന്ന അനുഭവങ്ങള് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പൊ ഇത്തരത്തിലൊക്കെയും ദൈവത്തിന്റെ ശക്തി, ആത്മശക്തി, ബലം, ഇതൊക്കെ എല്ലാം ദൈവം അപ്പോസ്തലൻ പൗലോസ് പറയുന്ന കോട്ടകൾ ഇടിപ്പാൻ തക്കമുള്ള ആ ശക്തി ഞങ്ങളിൽ ഇരിക്കുന്നു. എങ്കിൽ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയും. ഇതൊക്കെയും സ്തോത്രം ദൈവത്തിന്റെ വചനം ഞാൻ പിന്നെ എന്റെ ഭാര്യ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയോ സ്തോത്രം ഞാൻ ഇവിടെ പെന്തിക്കോസ്തിൽ ചേർന്ന് എന്റെ ഭാര്യ മണത്തറിഞ്ഞ് ഞാൻ സ്നാനപ്പെട്ടെങ്കിൽ ആരോ അവരോട് സൂചിപ്പിച്ചപ്പോൾ പുള്ളിക്കാരി ഒരു ദിവസം അവിടെ നാട്ടിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ ഇനി ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ട് നമുക്ക് പോകാം
എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് ഒരിക്കൽ വന്ന് എന്നെ കൊണ്ടുപോയതുപോലെ ആ തരത്തിൽ വന്നിട്ട് എന്നെ വല്ലാതെ ഞാനിങ്ങനെ ചിന്തിച്ചു, ശരിയാണ്, ഞാനും പുള്ളിക്കാരോടെ പോയാൽ ദൈവത്തിന്റെ ഞാനറിഞ്ഞ സത്യം അവളോടും പറഞ്ഞ് മനസ്സിലേക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ യോശവത്തൻ പറഞ്ഞു, ഞാൻ എന്റെ കുടുംബവും ഞങ്ങളെ ഹോയിസേക്ക് എന്ന് പറഞ്ഞ പ്രകാരം എനിക്ക് താല്പര്യം അതായിരുന്നു. ഞാൻ എന്ത് മറ്റൊന്നും ചിന്തിച്ചില്ല. കട അവിടെ ഇട്ടിട്ട് സ്തോത്രം എന്റെ ഭാര്യയോടൊപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള കാര്യങ്ങളുടെ പോക്കുകൾ സ്തോത്രം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുവാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും എന്നെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതായ അന്തരീക്ഷങ്ങളാണ് ഒരു വീട്ടുകാർ എടുക്കുന്നതായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആരാധനയ്ക്ക് പോയി ആരാധനയ്ക്ക് വിടത്തില്ല. വസ്ത്രം എടുത്ത് വെള്ളത്തിലിടും, ഒന്നുകിൽ പാൻറ് എടുത്തിടും, അല്ലെങ്കിൽ ഷർട്ട് എടുത്തിടും. സ്തോത്രം അങ്ങനെ പലതവണ ഇത്തരത്തിൽ എന്നെ സ്തോത്രം അല്ലാതെ എന്നെ വേദനിപ്പിക്കുന്നതാണ്. ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കാൻ വിടത്തില്ല, വായിലടിച്ചു തരും. സ്തോത്രം ബൈബിൾ വായിച്ചാൽ ബൈബിൾ വായിക്കാൻ ഇരിക്കത്തില്ല, കീറിക്കളഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഇച്ചിരി അനുഭവങ്ങൾ എന്നെ വല്ലാതെ സ്തോത്രം. ഞാൻ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടത്തില്ല. ഇതൊക്കെ ഞാൻ ഇവളോട് പറയും, ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൂടാ, ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാക്ഷിക്കൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിലും ഒരു ആണ് സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടുമെന്നാണ് വല്ലതും പറയും. അപ്പോ സ്തോത്രം സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടുന്നത് അത് യഥാർത്ഥത്തിൽ ഈ സാധാരണ പുരുഷനോട് വഴക്ക് പിടിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് വഴക്ക് പിടിക്കുന്ന അത്തരത്തിലുള്ളതായ അർത്ഥത്തിലല്ല ഇവിടെ സാമർത്ഥ്യം ഭാര്യ ആർക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ആത്മീയർത്ഥത്തിൽ നമ്മൾ വിവേചിച്ച് വിലയിരുത്തുകയാണെങ്കിൽ അത്തരത്തിലാണ് ഭാര്യയെ കിട്ടുന്നതിന് നന്മ കിട്ടുമെന്നാണ് അവർ നമ്മൾ. അപ്പോൾ എല്ലാവർക്കും സത്യത്തിൽ ഒന്നുപോലെ അല്ലല്ലോ, ഓരോരുത്തരും ഓരോ തരത്തില്ല. ഒരു സുവിശേഷകന്റെ കൂടെ ഒരു ദൈവദാസന്റെ കൂടെ ഒരു ഭാര്യയൊക്കെ ആയിരിക്കുന്ന അനുഭവിക്കുന്ന ദൈവത്തിന്റെ ഒരു ദാനമല്ലേ. കഷ്ടത്തിലും നഷ്ടത്തിലും എല്ലാത്തിലും പങ്കാളികളാകും. ഏതൊരു കാര്യത്തിലും പങ്കാളികളാകുന്നതാണ് ഭാര്യ. അപ്പൊ അതാണ് ഭാര്യ കിട്ടുന്ന നന്മ കിട്ടും. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്കും ഇതൊക്കെയാണ്. എത്രയോ സുവിശേഷകന്മാരുടെ എത്രയോ ദൈവദാസന്മാരോടൊപ്പം സ്തോത്രം സഹകരിച്ചു പോകുന്ന ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവരുടെയൊക്കെ അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പട്ടണിയെങ്കിലും സ്തോത്രം ദൈവം ഏൽപ്പിച്ചതിൽ സ്തോത്രം അവര് പിടിച്ചു നിർത്തുന്ന പിന്നത്തേതിൽ അവര് ദൈവം സ്തോത്രം എത്രത്തോളം മാനിച്ചു എന്നുള്ളതാണ് അതിന്റെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ആരുമാ ടി വിയിൽ തന്നെ ഞാൻ അനേകരുടെ സാക്ഷ്യം കേട്ടിട്ട്, ഞാൻ പലരുടെയും സാക്ഷ്യം കേട്ട് ഞാൻ കണ്ണീരഴിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് ഫുള്ളും കാണാൻ പറ്റത്തില്ല. എന്റെ പല തിരക്കോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ പല തിരക്കിലും പോയിട്ട് അവിടത്തൊക്കെ പോയിട്ട് വന്നിട്ടൊക്കെ ചിലപ്പോൾ കുറച്ച് കാണും, പിന്നീട് വന്നിട്ട് പിന്നെ വീണ്ടും അതിന്റെ ബാക്കി കാണും. ഇങ്ങനെയൊക്കെയുള്ള എന്റെ അനുഭവങ്ങളായി ഞാൻ പലരുടെയും കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ഞാൻ സ്തോത്രം കരഞ്ഞ് എന്റെ അനുഭവത്തുള്ള ബന്ധത്തിൽ നോക്കുകയാണെങ്കിൽ കരഞ്ഞിട്ടുണ്ട്. സാക്ഷി എന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ അന്നും ഇന്നും കണ്ണീരിന്റെ അനുഭവം തന്നെയാണ്. ഇരഞ്ഞാവ് കണ്ണീരിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത് പ്രവാചകന്റെ പൗലോസപ്പോസ്തലൻ 3.5 വർഷക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി എന്ന് പറയുന്നു. അതൊക്കെ വ്രതമായി പോരുമെന്ന് അതൊക്കെ പൗലോസപ്പോസ്തലന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ പൗലോസപ്പോസ്തലൻ 3.5 വർഷക്കാലം കണ്ണീരൊഴുക്കുന്നു. ഇത് 3.5 അല്ല, അതിലധികം എത്രയോ വർഷങ്ങളോളം ഞാൻ സഭയിലെ സ്തോത്രം കടന്നു പോകുമ്പോൾ വാസ്തവത്തിൽ സഹോദരിമാര് കരയുന്നത് പോലുള്ള, മരണ വീട്ടിൽ കരയുന്നത് പോലുള്ള അതിലൊക്കെ കരഞ്ഞാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അവരെന്നെ ആശ്വസിപ്പിക്കുക സ്തോത്രം. അത്തരത്തിലൊക്കെ ഞാൻ എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് സ്തോത്രം എയർപോർട്ടിന്റെ അടുത്ത് നിന്ന് ഞങ്ങള് സ്തോത്രം പാറവിള ഏജി സഭയിൽ പോകണമെങ്കിൽ ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇവിടുന്ന് ഞാൻ ബസ് കയറി അങ്ങോട്ട് പോകും ആരാധനയ്ക്ക്. പക്ഷെ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള അനുഭവത്തിൽ എന്നെ വിടത്തില്ല. ഒന്നുകിൽ വസ്ത്രത്തില് പാൻറ് എടുത്ത് വെള്ളത്തിട്ട്, അല്ലെങ്കിൽ ഷർട്ട് എടുത്തിട്ട്. ഇതാണ് പതിവ്. ഒരിക്കലും എന്റെ ഭാര്യ എന്നോടൊപ്പം ബസ് കയറിയിട്ടുണ്ട്. ഞാൻ കരുതി ആരാധനയ്ക്ക്, പക്ഷെ ആരാധനയ്ക്കില്ല. പുള്ളി കയറി വന്ന് അവിടെ ഒന്ന് ബഹളം ഉണ്ടാകും, സഭയിൽ ഒന്ന് ബഹളം ഉണ്ടാകും, ഒന്നിലധികം പ്രാവശ്യം. അപ്പൊ അവര് വിശ്വാസികളും പാസ്റ്ററും ഭാര്യയൊക്കെ എന്നെ ആശ്വസിക്കുന്നു. അവർ ഇത്ര തവണ വന്ന് ഞങ്ങളെ എന്ത് വേണമെങ്കിലും പറഞ്ഞു വിട്ട് പള്ളി വിളിച്ചു എന്നെ അവർ ധൈര്യപ്പെടുത്താറ്, എന്നെ ആശ്വസിപ്പിക്കാറ്. എങ്കിലും ഞാൻ ഇവിടെ വീണ്ടും അവളെ ഒന്നാമല്ലോ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയാൽ എന്നോട് വേറെ ചില ദിവസം മതി, ഇന്നിടത്തും അവരുടെ സഭയിൽ അവിടെയും എന്നെ അന്വേഷിച്ച് കേൾക്കുന്നത് പറയുന്നതായ അനുഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ കേട്ടു. വാസ്തവത്തിൽ പ്രിയമുള്ളവരെയും സ്തോത്രം അങ്ങനെ വല്ലാതെ ഞാൻ വിഷമിക്കുന്നു. ഈ സ്തോത്രം 5 കാലഘട്ടത്തിലുണ്ടായ അനുഭവത്തിന്റെ ആ വെളിച്ചത്തിൽ ദൈവത്തിന്റെ ആത്മാവിലൂടെ സ്തോത്രം പാട്ടുകൾ എഴുതുവാനും ട്രാക്റ്റുകൾ എഴുതുവാനും ഹനമേറിയ കത്തോലിക്കർക്കാവട്ടെ മറ്റു സമുദായക്കാർക്കാകട്ടെ സ്തോത്രം ദൈവ വചനത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുന്ന ആകാശത്തിലേക്ക് മനുഷ്യരുടെ ബന്ധപ്പെട്ട ഒരു നാമം അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. അന്നും ഇന്നും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടാണ്. അത്ര ആത്മദാസമാണ് ദൈവത്തിന്റെ ആത്മാവ്. ഞാൻ സ്നാനപ്പെട്ടു വന്ന ശേഷം ദൈവത്തിന്റെ ആത്മാവ് ഇതിലൂടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് സ്തോത്രം. അത്തരം ഒരു അനുഭവമാണ് സ്തോത്രം. ഞാൻ സ്വർഗത്തെ മുൻനിർത്തി പറയട്ടെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഷാജി മുതലെടുക്കും. അതുകൊണ്ട് ഞാൻ രക്തത്തിലാശ്രയിക്കാൻ വിശ്വവിലെ രക്തം ചെയ്യുന്നത്
അപ്പൊ ഇത്തരത്തിലൊക്കെയും ഞാൻ സ്തോത്രം എന്റെ നാട്ടിന്റെ തൊട്ടടുത്ത് എന്റെ അച്ഛന്റെ നാട്ടിൽ ആൾക്കാനാണ് പാസ്റ്റർ മാർസലിന്റെ മുറൈസ് അച്ഛൻ. എന്റെ നാട്ടിൽ നിന്ന് 2.5-3 കിലോമീറ്ററിന്റെ അത്ര വ്യത്യാസമേ ഉള്ളൂ. ദൈവം തീരപ്രദേശക്കാരനാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഞാൻ കേട്ടു. എന്നാൽ അദ്ദേഹം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ളതായ സമയങ്ങൾ ഉള്ളതെല്ലാം അങ്ങ് പറഞ്ഞതൊക്കെ ഞാനത് വീക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോ സമയം സ്തോത്രം സ്തോത്രം അത് വിലപ്പെട്ടതാണ്. നമ്മളെപ്പോഴും വെള്ളപരിജ്ഞാനത്തോട് വേണം, നാം എല്ലാം ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിന് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ അച്ഛന്റെ നാടിന്റെ അടുത്താണ് എന്റെ അച്ഛൻ വലിയപ്പത്തിന്റെ നാട് ചെമ്പഗ്രാമപുരം എന്ന് പറയും. അവിടെയുള്ള ആളാണ് ഈ മർസൽ മൊറൈസ് അച്ഛൻ. എന്നാൽ ഇവരൊക്കെ പുരോഹിതന്മാരും കന്യാസ്ത്രീമാരും ഒക്കെയും സ്തോത്രം സ്നാനപ്പെട്ട് ദേഹാകത്ത് വന്ന സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പരസ്യമായിട്ട് ആരുടെ മുമ്പിൽ, ദേശത്തിലോ അല്ലെങ്കിൽ ദേശക്കാരുടെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്നും ഇവർ ദൈവത്തെക്കുറിച്ച് 2 വാക്ക് പറയുന്നതായിട്ട് ഞാൻ ഇവരെ കേട്ടിട്ടുണ്ട്. അത് എന്നെ വല്ലാതെ ഇവരെ ഞാൻ ദുഃഖിക്കുകയാണ്. എന്തുകൊണ്ട് ഇവരൊക്കെ ഒളിച്ചു താമസിക്കുന്നു? പരസ്യമായിട്ട് അവർക്ക് വന്നുകൂടെ? അപ്പൊ നമുക്കൊരു മരണം കൊണ്ട് ഇവരെല്ലാം മരണത്തെ പേടിക്കുകയാണ്. അവരങ്ങനെ ചെയ്യും, ഇവരിങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ളതായ ഒരു രീതിയാണ്. പക്ഷെ ഇന്ന് മർസലി പ്രസവിച്ചെന്ന് ഒരിക്കലെങ്കിലും ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രദേശത്ത് വന്ന് സുവിശേഷം അറിയത്തില്ല. ഈ സ്തോത്രം ജോസഫ് മനക്കിലച്ചനെ ഞാൻ പലതവണ വിളിച്ചു. സ്തോത്രം അഞ്ജലിപ്പോഴും സിസ്റ്ററിന്റെ അനുഭവ കേട്ട ശേഷം ഞാൻ ദൈവനോട് ചെന്ന പത്രപ്രവർത്തനത്തിലെ മാസിക പ്രവർത്തനത്തിലൊക്കെ ഞാൻ അഞ്ജലിപ്പോളിന്റെ പലരുടെയൊക്കെ അനുഭവ സാക്ഷ്യം, പിന്നെ ഈ അച്ഛന്മാരുടെ ഒക്കെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെയും പത്രത്തിൽ പിന്നെ പറയും. അപ്പൊ ഈ തരത്തിലൊക്കെയുമാണ് ദൈവത്തിന് സ്തോത്രം ഞാൻ ഇവരോടൊക്കെയും ഞാൻ കാര്യം. പക്ഷെ എനിക്ക് ഞാൻ ജോസഫ് മനക്കിലച്ചനെ വിളിച്ചപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നു ഓഫീസിൽ. അവര് മൈൻഡ് ചെയ്യുന്നില്ല. അവർ ഓരോ ഒഴിവുകൾ പറയണം, എനിക്ക് നമ്പർ തരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്റെ ചിലരുടെ നമ്പർ ഉണ്ടെങ്കിലും ഈ സിസ്റ്റർ അഞ്ജലി പോളിന്റെ നമ്പർ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്റെ സഹോദരി, എന്റെ മൂത്ത ചേച്ചിയുടെ മകളുടെ സിസ്റ്ററാണ്. 25 വർഷം കഴിഞ്ഞ് മോള് സുപ്പീരിയർ ആണ്. അപ്പൊ സുപ്പീരിയർ ആയിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഇറ്റലിയുടെ പ്രദേശത്തൊക്കെ പുള്ളി ആയിരുന്ന ഒരു സഹോദരി. എന്റെ ഏറ്റവും ഇളയ സഹോദരിയുടെ മകളും സിസ്റ്ററാണ്. അവൾ ഇപ്പോഴും സ്തോത്രം യുകെയുടെ പ്രദേശത്തെങ്ങാണ്ടോ സേവനം അനുഷ്ഠിക്കുകയാണ്. അപ്പൊ എന്റെ ഏറ്റവും ഇളയ ബ്രദർ സ്തോത്രം ഒരു 10 വർഷത്തോളമായി വിദേശ രാജ്യത്തായിരുന്നപ്പോൾ ദൈവം എന്റെ സഹോദരനെ തൊട്ടു. സ്തോത്രം അങ്ങനെ സഹോദരൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നൊക്കെ തരുന്നത്തിൽ ഞാൻ വളരെ സന്തോഷിച്ചു. എന്റെ അത്രയ്ക്കും കണ്ണുനീര് ദൈവത്തിന്റെ സാന്നിധ്യത്തിലുണ്ട് ദൈവം. എന്നാൽ അവന്റെ മൂത്ത മകളുടെ കല്യാണം 2 വർഷത്തിന് മുമ്പാണ്. എന്നാൽ പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വീഴുന്ന ഒരു സാഹചര്യമാണ്. അത് എന്റെ ഭാര്യയുടെ മറം ആണെന്നാണ് എന്റെ അനിയന്റെ ഭാര്യ എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ അത്രത്തോളം ഒരു പ്രതികൂലം എന്റെ അനിയനെ അവന്റെ ഭാര്യയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നും അനിയൻ ഗൾഫിലാണ്. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ വചനം അവനെ സ്തോത്രം പലപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്. അവനെ പിന്മാറ്റത്തിന് അനുഭവമിട്ട് സത്യദൈവത്തെ അറിഞ്ഞവനാണ്. കാരണം അവിടെ ജോലിയുള്ള ബന്ധത്തിൽ തന്നെ അനിയൻ ദൈവത്തിന്റെ സ്തോത്രം ആഴ്ചയിൽ 2 ദിവസം ബൈബിൾ ക്ലാസ്സിൽ പോകും. ബൈബിൾ ബൈബിൾ കോളേജിലല്ല, അന്നൊക്കെ ആണല്ലോ ബൈബിൾ കോളേജിലായിരിക്കും. ഇന്നൊക്കെ ബൈബിൾ പഠനമാണല്ലോ. ബൈബിൾ ഒരാഴ്ച 2 വട്ടത്തെ പഠനം. അപ്പൊ അങ്ങനെയൊക്കെ പോയി ഗ്രാജുവേഷൻ എടുത്ത ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ ഈ എടുത്തിട്ട് പോലും അനിയൻ എന്തോ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അനിയൻ പിന്മാറ്റത്തിന് അനുഭവത്തിലായിരിക്കും. എന്നാൽ അവർ തിരിച്ചു വരുമെന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നാലാവണം അവനോട്. അപ്പൊ അണ്ണന്റെ ആത്മീയനിലവാരത്തെ നിർത്തിക്കൊണ്ടുപോകും എന്നുള്ള ഒരു പറച്ചിൽ മാത്രമേ അതിന് ഞാൻ കേൾക്കുന്നുള്ളൂ. എന്നാൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, അനിയൻ വാസ്തവമായി തിരിച്ചു വരുമെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ ഞാൻ സ്തോത്രം എന്റെ സഭയിലുള്ളതായ സഹോദരൻ ഒരിക്കൽ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തീ കത്തുന്ന ആരാധനയുടെ അനുഭവമായിരുന്നു. അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരാധന അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ പാസ്റ്റർ ഇത്രയും 100 പേരോളം ഉള്ള വിശ്വാസമുള്ള സഭയിൽ എന്നെയാണ് അധികമായിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറയാൻ എന്നോട് എന്റെ പേര് പറഞ്ഞിട്ടാണ് വിളിച്ചത്. എന്നാൽ പാസ്റ്റർക്ക് അറിയാം എന്ന് നിക്ഷിപ്തമായിരിക്കും എന്നുള്ളത് പാസ്റ്റർക്ക് അറിയാമായത് കൊണ്ടായിരിക്കാം ദൈവത്തിന്റെ ആത്മാവ് എന്നെ തന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്തോത്രം ഞങ്ങൾ എന്റെ കൂടെ ആരാധിച്ച ഒരു ബ്രദർ വിഴിഞ്ഞ ഭാഗത്തെടുത്ത ഒരു സുപ്രഭാതത്തിൽ എന്റെ ഭാര്യ വീട്ടിൽ ഇങ്ങനെ വന്നായിരുന്നു. അപ്പോ ഞാൻ പിന്നെ അറിയുന്നത് സഹോദരൻ പിന്മാറ്റത്തിലാണെന്ന്. അപ്പൊ പിന്മാറ്റക്കാരുടെ ഒരു ലേഖനം ഞാൻ എഴുതിയായിരുന്നു. കാലത്തിന്റെ മാറ്റവും പിന്മാറ്റക്കാരുടെ മുന്നേറ്റവും, കാലത്തിന്റെ മാറ്റവും പിന്മാറ്റക്കാരുടെ മുന്നേറ്റവും. അത് ഞാൻ സ്തോത്രം വിതരണം ചെയ്തപ്പോൾ ഒരു പത്രിക ഈ ബ്രദറിന്റെ കൈവശം കിട്ടി എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം ഈ വിഴിഞ്ഞം പ്രദേശത്ത് നിന്ന് എയർപോർട്ടിന്റെ പ്രദേശത്ത് ഞാൻ താമസിക്കുന്ന അവിടെ എന്നെ വന്ന് കാണാനിടയായി. വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് എന്റെ പേര് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാനിനി
ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോവുകയാണ്. ഞാൻ കാര്യം തിരിക്കും, എന്ത് പറ്റി? അപ്പൊ എന്നോട് പുള്ളിക്കാരൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ എഴുതിയ ലേഖനം വായിച്ചു, ദൈവം എന്നോട് ഇടപെട്ടു. സ്തോത്രം. ഞാൻ ഇനി ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അങ്ങനെ സ്തോത്രം ബ്രദർ, സ്തോത്രം ആ ലോക പ്രകാരമുള്ള ജീവിതം വിട്ട്, മാറ്റം വിട്ട്, ഇതൊക്കെ എന്റെ അനിയനോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ലേഖനം അനിയൻ വായിച്ചിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്രത്തിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. പേഴ്സണലായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന അനുഭവമായിരുന്നു. ദൈവത്തിന് അങ്ങനെ ആ സഹോദരൻ ബൈബിൾ കോളേജിൽ പഠിച്ച് ഗ്രാജുവേഷൻ എടുത്തൊക്കെ വന്നതിന് ശേഷം വാസ്തവത്തിൽ നല്ലൊരു പ്രാസംഗികനായിട്ട് മാറാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്രത്തോളം ആ സഹോദരനെ ഉപയോഗിക്കുന്നു എന്നുള്ളതായിട്ടാണ് എനിക്ക് പിന്നത്തിൽ മനസ്സിലായത്. നന്നായിട്ട് പ്രസംഗിക്കുന്നു, നല്ല സ്തോത്രം. ഇപ്പൊ UK പ്രദേശത്താണ് ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്നു എന്നാണ്. വിസിറ്റിംഗ് വിസയിലൊക്കെ പലപ്പോഴൊക്കെ പോകാറുണ്ട്. ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ ആള് നല്ല നിലവാരത്തിലൊക്കെ ആയിരിക്കുന്നു. ഞാൻ എന്തായാലും ദൈവദാസനെ ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൃപയാൽ ഞാൻ എഴുതിയ ലേഖനങ്ങള് അനേകർക്ക് ആശ്വാസമായി തീർന്നെന്ന് കേൾക്കുമ്പോഴേക്കും ഞാൻ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം. അങ്ങനെ ഞാൻ എന്റെ ഭാര്യയുടെ വീട്ടിൽ താമസിച്ചവര്, എന്റെ ഭാര്യയുടെ കൊച്ചച്ഛൻ കടൽ ജോലിക്ക് ഷാർജയുടെ പ്രദേശത്തായിരിക്കുന്നു. അപ്പോൾ ഞാനൊരു ലെറ്ററിൽ എന്റെ സ്തോത്രം കൊച്ചച്ഛൻ എഴുതി, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, എന്റെ അനുഭവങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ, മദ്യപാനില്ല, അമ്മാവിന്റെ കൂടെയാണ് ഞാൻ താമസിക്കാൻ, ഇതിന്റെ അനുഭവമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോ ദൈവീയത എന്നെ ഒന്ന് ഇതിന്റെ ഇടയ്ക്ക് എന്റെ പിന്നെ അദ്ദേഹം സ്തോത്രം ഒരു വിസ കൊടുത്ത് ആദ്യം എടുത്ത് വീട്ടിന്റെ പരിസ്ഥിതി അതുപോലെ മേഞ്ഞ് വീടാണ്. അത്തരത്തിലൊരു ചെറിയ കുറ്റപ്പെടും. പക്ഷെ ഇവിടുത്തെ അന്തരീക്ഷമായിട്ട് അച്ഛനോ എന്നെ വേണ്ടപ്പെട്ടു ഒന്നും എന്നോട് വിട്ടു പറഞ്ഞിട്ട് പിന്നീട് എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നുള്ളവരെ പിന്നെയാണ് ഞാൻ ഒരു മനസ്സിലാക്കിയത്. പിന്നെ എന്റെ അച്ഛൻ വല്ലപ്പോഴും എന്നെ ഒന്നിവിടെ എന്റെ അനുഭവം അന്വേഷിക്കാനൊക്കെ വരുമ്പോൾ ചുറ്റുവട്ടത്തിലൂടെ ഓരോരുത്തരും പറയും, ഒരു മകനെ ഇവർക്ക് കിട്ടണം, തപസിരിക്കണം. അച്ഛൻ ഇതൊക്കെ എല്ലാം കേട്ട് സ്തോത്രം മണന്നുകൊണ്ട് ഒരു അപ്പനും പറയാത്ത തരത്തിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ മോനെ നീ അവളുടെ ഡൈവേഴ്സ് ചെയ്യും, നിനക്ക് ഞാൻ അവളെ വേണ്ട. ഒരപ്പൻ ഇങ്ങനെയുള്ള പദപ്രയോഗം ഒരു മകനോട് പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങളിതിനെ വിലയിരുത്തുക. ഇത്രത്തോളം ഞാൻ ഭീകരമായി കടന്നു പോവുകയാണ്. എന്തോ എനിക്ക് ദൈവത്തിന്റെ ഞാൻ അപ്പോഴും ദൈവം എന്റെ ഉള്ളത്തിൽ തന്ന അത് അച്ഛനോട് പറഞ്ഞു. പിന്നെ അച്ഛനോട് ശാന്തനായി. അപ്പൊ അങ്ങനെ ഞാൻ എന്നെ ഒരു പ്രകാരം മുമ്പോട്ട് വിടുന്നതിന്റെ ഭാര്യ. അപ്പൊ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു വീട് സെപ്പറേറ്റ് പറഞ്ഞു. അങ്ങനെ ഒന്നുകിൽ എന്നെ ഒന്നും വ്യത്യസ്തമായ തരത്തിൽ എന്നെ ഒന്നും വേറെ എവിടെയെങ്കിലും ദേവദാസന്റെ ഓർഫനേജിലോ എവിടെയെങ്കിലും ആക്കണം, ഒരു സ്വസ്ഥത ലഭിക്കാം. ചിലത്തിലൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെ ഭാര്യയുടെ വീടാണെങ്കിൽ ചെറുപ്പം ഞാൻ പറഞ്ഞൊരു ചെറിയ ഒരു സെറ്റപ്പിലുള്ള ഒരു ഇതായിരുന്നു. ആളും പോലെ കഴിഞ്ഞ ഒരു റൂം, ഒരു അടുക്കള തരത്തിലുള്ള ഒരു ആ തിരക്കിലാണ് അത് സെറ്റപ്പായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനെന്ത് അറിയോ, അങ്ങനെ അവിടെ കടലേറ്റം വരുമ്പോൾ ആ തീരപ്രദേശത്തായിരുന്നു, കടലോട് ചേർന്നാണ് ഈ വീടിരിക്കുന്നത്. അപ്പൊ എന്നെ അവര് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണെങ്കിൽ ഇവരുടെ വീടാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അവരുടെ വീടല്ല യഥാർത്ഥത്തിൽ പിന്നത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛനും ആൾക്കാർക്ക് എല്ലാം ബന്ധപ്പെട്ടവർക്ക് അറിയാം ഇതല്ല വീട് സ്വന്തം വീട് വേറെ ഉണ്ട് എന്നുള്ളതായിട്ട്. അവിടെ ആ വീട്ടിൽ കൊണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ്. അത് അവിടെ എന്റെ ഭാര്യയുടെ അമ്മച്ചിയുടെ അച്ഛന്റെ കുടുംബ വീടാണെന്നാണ് പിന്നത്തെ എനിക്ക് മനസ്സിലായത്. അപ്പൊ ചില നാളുകൾ ഞങ്ങളെ അവിടെ ആയിരുന്നു. പിന്നീട് പറയുന്നു അത് കൊണ്ടുപോകണം, നമ്മൾ ഇതല്ലേ വീട്, പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഓക്കെ, എങ്കിലും എനിക്കൊരു വിഷമമില്ല, ഞാനൊന്നും പക്ഷെ ഒരു പ്രയാസം എങ്കിലും വിഷമമുണ്ട്. ഒന്നും എന്നെ അറിയിച്ചില്ലല്ലോ, സത്യാവസ്ഥകളൊന്നും എന്നെ അറിയിച്ചില്ലെന്നുള്ളത് ഒരു വിഷമം എന്നെ ഭരിക്കും. ഞാൻ പിന്നത്തെ അതൊക്കെ ഞാൻ വിട്ടുപോയി. അതൊക്കെ ഉള്ള എത്രയോ മക്കളുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്, കഷ്ടതകളും പോകുന്നവർക്കും. അപ്പൊ അതൊന്നും ഞാനൊരു വിഷയമാക്കിയില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ വീടടുത്ത് കടലോട് ചേർന്നിരുന്നപ്പോൾ കടൽക്ഷോഭം വരുമ്പോഴൊക്കെ അവിടെ ഇരിക്കുന്ന പരിസരങ്ങളിരിക്കുന്ന വീട്ടിലൊക്കെ കടലിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു അനുഭവം. അങ്ങനെ 1-2 തവണ ആ വീട് തീ കത്തിപ്പോയി. 1-2 പ്രാവശ്യം ആ വീട്. കാരണം എന്റെ കണ്ണീരും പ്രാർത്ഥനയൊക്കെ അവിടെ വീണപ്പോൾ ദൈവം അവിടെ സന്ദർശിച്ചു, ആ ഭവനത്തെ സന്ദർശിച്ചു.
എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെയും പകുതിയിലധികം കരിഞ്ഞുപോയി. അത് ഞാൻ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ എന്റെ ഭാര്യയ്ക്ക് ഒരു മാറ്റവും വർഷങ്ങൾ കഴിഞ്ഞിട്ട് മാറ്റം വരും. എന്നെ എന്തെല്ലാം തരത്തിൽ എന്നെ വേദനിപ്പിക്കാമോ പീഡിപ്പിക്കാം അത്തരത്തിലൊക്കെ എനിക്ക് മാന്ത്രികമായിട്ട് ഒരു എന്നൊക്കെ ഞാൻ ഇതൊക്കെ അറിഞ്ഞു. എങ്കിലും സ്വർഗത്തിലെ ദൈവം വലിയവനാ എന്നെ ഇത്തരത്തോളം നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്റെ ഭാര്യയ്ക്ക് ഒരിക്കുക. അപ്പൊ ഈ വീട് തീർത്തിയ ശേഷം അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടായപ്പോൾ പിന്നെ ഇവർക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരു ചെറിയ സെറ്റപ്പ് ആയ ഒരു വീട് അവർക്ക് വെച്ചു. അപ്പൊ അത്തരത്തിലാണ് ഇപ്പോൾ അവരായിരിക്കുന്നത്. എന്റെ അളിയൻ മദ്യപാനാണെന്ന് പറഞ്ഞല്ലോ. അവിടെ പോയിട്ടും ഫുൾ മദ്യപാനിയാണ്. വിദേശത്ത് പോയി ഫുൾ മദ്യപാനം. കിട്ടുന്ന പണത്തിൽ 3 സഹോദരികളെ കെട്ടിക്കാനിരിക്കുകയാണ്. എന്റെ ഭാര്യയുടെ അഴിയത്തിമാര് 3 പേരിരിക്കുകയാണ്. 3 ചെറുപ്പക്കാരികളാണ്. ഈ 3 പേര് ഇരിക്കുമ്പോൾ തന്നെ അവിടെയും അവന്റെ അനുഭവങ്ങൾ ഇവിടുത്തെ 10 മടങ്ങാണെന്നാണ് അറിയുന്നത്. കാർട്ടൂൺ കണക്കെടുത്ത് വെച്ച് കുടിക്കുകയാണ് എന്നോട് പരിചയമുള്ളവർക്ക്. അപ്പൊ ഇത്തരത്തിലാണ് ഇവന്റെ അനുഭവങ്ങളൊക്കെ കിട്ടുന്നതെല്ലാം. ഞാനും പിന്നെ ചിന്തിച്ചു, ദൈവമേ പിന്നെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ എന്തെന്നറിയോ, അപ്പൊ ഇവർക്ക് ഇങ്ങനെ വീട് തീ കത്തിയ ശേഷം ഒരു സെറ്റപ്പ് വീട് ഞങ്ങൾ താമസിക്കുന്നതിന്റെ കുറച്ച് അകലവരെടുത്ത്, കുറച്ച് അകലെന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ ദൂരം ഇവർക്ക് കോളനി വീടുകൾ, കടൽ എടുത്ത് പോയി ഇവർക്ക് കോളനി വീടുകൾ വെച്ച് കൊടുത്തായിട്ട്. അപ്പൊ അതിൽ പറഞ്ഞാൽ ഇവർക്കും കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഞാനും എന്നെ അറിയിച്ചാൽ ഞാൻ അവിടെ പോകാമെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചാലോ എന്ന് പറഞ്ഞിട്ടായിരിക്കാം. പിന്നെ ഞാൻ എങ്ങനെ അറിയുന്നു, ഇവരുടെ താക്കോല് നമ്പർ വരെ ഞാൻ ഇവരെ കുട്ടിയൊക്കെ കണ്ടുപിടിച്ച ശേഷം അപ്പോൾ ഇവരറിയാതെ ഞാൻ പോയിട്ട് നമ്പർ കണ്ടുപിടിച്ചു. ആ അവിടെ ചെന്നപ്പോ ഞാൻ ചെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നവർ പറയുന്നു അവർക്ക് കിട്ടിയ വീട് വേറെ ആരും താമസിക്കുന്നു എന്ന് പറയും. അപ്പൊ ഞങ്ങൾ പോയപ്പോ ഞങ്ങളുടെ വീട് കൂട്ടിയിരിക്കുന്നെങ്കിലും അന്ന് കൂട്ടിയിരുന്നോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അത് വേറെ കൂട്ട് പൊട്ടിച്ച് വേറെ ആൾക്കാർ താമസിക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് കിട്ടിയ വീടാണ്, ഞങ്ങളുടെ 7ാം മൂലം കൊടുത്തപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഉള്ളവരെ ഇറക്കിത്തരാം. അത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കടമയല്ല, നിങ്ങളെല്ലാം അവിടെ പോയി ഞങ്ങൾക്ക് കിട്ടിയ താല്പര്യം നമ്പർ തരാൻ ഒരു പ്രകാരവും എനിക്ക് വേണ്ടി ദൈവം ഒരാളെ അവിടെ കണ്ടുവച്ചിരിക്കുകയാണ്. എന്റെ നാട്ടിൽ നിന്ന് ഒരു സ്നേഹിതൻ, അതായത് ഞാൻ അവനെ സൈക്കിൾ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്. അവിടെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവനോട് ഞാൻ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ അവൻ ചില പയ്യന്മാരെ കിട്ടി. ഈ താമസിക്കുന്ന വീട്ടമ്മത്തിരി വല്ലാത്തൊരു ടീമാണ്. ചെറിയ എന്നോട് പറഞ്ഞ ഒരു ദേശക്കാരാണ്. അപ്പം താമസിക്കുന്നത് വല്ലാത്തൊരു ടീമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. ഇവര് എന്റെ സ്നേഹിതന്റെ കൂടെ ഉള്ള നാട്ടിലുള്ളവർക്ക് ചെന്ന് കാര്യം പറഞ്ഞു. പിന്നെ അവർ ഇറങ്ങിത്തന്നു. ഇത്തിരിയൊക്കെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് വരുത്തിയെങ്കിലും പക്ഷെ ഞാൻ എന്റെ അപ്പൊ 2 കൊച്ചുമക്കളായിരുന്നു. കൊച്ചുമക്കളെന്ന് വെച്ചാൽ ഞാൻ 2 പേരും തൂക്കിക്കൊണ്ടുപോകുന്ന പ്രായം. അപ്പൊ ഈ എന്റെ ഭാര്യ അത് ഇവർ വരത്തില്ലായിരുന്നു. അവർക്ക് അവിടെ താമസിക്കാൻ നാണക്കേട. ഞാൻ പറഞ്ഞു, ഞാനൊരു കെട്ടത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്, നിങ്ങൾ കടന്ന നിൽക്കുന്നില്ലെന്ന് അറിയാമല്ലോ. ദൈവം ഇങ്ങനെ ഒരു ഇത് തന്നപ്പോൾ വലിയ ഇത് കാണിക്കുന്നു എന്തിനാ? എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ നിനക്ക് വരാനുണ്ടെന്ന് പറഞ്ഞു. മനസ്സില്ല മനസ്സോടെ എന്നെ ശരിക്കും ശകാരിച്ചു. അവിടെ താമസിക്കാൻ നാണക്കേട, കളഞ്ഞു വീട്ടിൽ താമസിക്കാൻ നാണക്കേട. അപ്പൊ ഇത്തരത്തിലൊക്കെ ഞാൻ എന്തെല്ലാം അപമാനങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എങ്ങനെയോ വന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സ്തോത്രം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലേ, ഞാൻ പറഞ്ഞല്ലോ ദൈവമേ ഏതെങ്കിലും വല്ല മിനിസ്ട്രിയുടെ ദേവദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ കൊണ്ട് ചേർക്കണം, അവിടെ എനിക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ട് എഴുതുവാനും പ്രാർത്ഥിക്കുവാനും കണ്ണീരൊഴുക്കുവാനും അപ്പോ ഒരു അവസരം ഒരുക്കി തരണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ ഞങ്ങളുടെ കുടുംബ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ എന്റെ ഭാര്യയ്ക്ക് ഒരു കൊച്ചു ജോലിയുണ്ട്, ഒരു താൽക്കാലിക ജോലിയുണ്ട്. ആ ജോലിക്ക് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്കാരിക്ക് പനിയായിരുന്നു. പനിയാണെങ്കിൽ ഹൈ പിച്ച് പനിയായിരുന്നു. ഞാൻ രാത്രി സമയത്തുള്ള ശരീരത്തിന് തൊട്ട് നോക്കിയപ്പോൾ ഇത്രയും പൊള്ളുന്ന പനിയായിരുന്നു. അപ്പോൾ ഗുളിക മാറ്റി കഴിക്കുന്നെങ്കിലും പക്ഷേ പനി മാറുന്നില്ല. അപ്പൊ ഞാനും ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം പറഞ്ഞു. മനസ്സോടെ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാനൊരു ഇരുന്നു കൊണ്ട് അത് എന്റെ അന്നത്തെ പ്രാർത്ഥനകളെല്ലാം മുഴങ്കാലിന്മേൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന. എന്റെ 2 ഭാഗത്തുള്ള മുഴങ്കാലിന്റെ ആ 2 മുട്ടുകളും പ്രാർത്ഥിച്ച് സമയം മണിക്കൂറുകളെടുത്ത് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളൊക്കെ ആണ് എന്റെ ജീവിതത്തിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ കാപ്പ് കഴിച്ചിട്ട് 2 ഭാഗത്തു നിന്നും ഇങ്ങനെ കല്ലിച്ചിരിക്കുന്നു. അതിന്റെ തഴമ്പ് അത്ര ഞാൻ സ്വർഗത്തെ മുന്നോട്ട് പറയട്ടെ, യേശുവിന്റെ രക്തം ജയം, രക്തത്താൽ ജയം കിട്ടും. അപ്പൊ ഇത്തരത്തിലൊക്കെ ഞാൻ സ്തോത്രമായപ്പോൾ വന്ന് ഞാൻ പുള്ളിക്കാരിക്ക് വേണ്ടി ഞാൻ പറയുകയാണ്.
എന്റെ ഉള്ളം കാലുമെങ്കിലും തലമുടി വരെയും ഞാൻ കൈവച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് രാവിലെ ആയപ്പോൾ ഒരു പനിയുടെ അനുഭവം പോലും ഇല്ലായിരുന്നു. അപ്പൊ ഞാന് സ്തോത്രം, പുള്ളിക്കാരി ജോലിക്ക് പോകാൻ നേരത്തെ എന്നോട് പുള്ളിക്കാരി എന്നെ ചോദിക്കുന്നു, ഞാന് ഗുളിക എടുത്തിട്ട് പോട്ടെ എന്ന് എടുക്കാം. അത് നിന്റെ ഇഷ്ടം, ദൈവം നിനക്ക് സൗഖ്യം വന്നല്ലോ, പിന്നെ നീ ഗുളിക എടുത്തിട്ട് പോണോ പോകണമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഇഷ്ടം. ഇവിടെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഇതൊക്കെയെല്ലാം ആയിട്ട് പോലും ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ട് പോലും പുള്ളിക്കാരിക്ക് ഒരു മാറ്റം വരുന്നില്ല. ഒരിക്കൽ എന്നെ ഞാൻ പറഞ്ഞല്ലോ, വസ്ത്രം എടുത്ത് വെള്ളത്തിട്ട് വന്നു. ഒരിക്കൽ ഞാൻ കർത്താവിനോട് വളരെ സന്തോഷത്തോടെ ആഗ്രഹിച്ച് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് എന്റെ പാൻറ് എടുത്തിട്ട് നോക്കിയപ്പോൾ കാണാം ഷർട്ട് കാണുന്നില്ല, ഒന്നും കാണില്ല, ഷർട്ട് എടുത്ത് വെള്ളത്തിലിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും തുണികളെല്ലാം ഒരു അക്ഷയിലായിട്ടില്ല. അത്രയ്ക്കും സാധനം ഞാൻ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. എന്റെ ഉള്ളില് അന്ത്യ പറയുന്ന പോലെ നീ ധൈര്യപ്പെടും, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് എന്നുള്ള ഒരു 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 സന്തോഷം എന്നെ ഞാനെന്തെങ്കിലും ഉള്ളതെല്ലാം തപ്പി 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 ഏറ്റവും അടിയിൽ ഒരു ഷർട്ട് എനിക്ക് വേണ്ടി ദൈവം അവിടെ എത്തിക്കുക. അത് ഞാൻ ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവരിങ്ങനെ കണ്ടിട്ട് അഭിഷേകം ഇതേക്കിടന്ന് കിട്ടുന്നുള്ളത് ഞാൻ ദൈവത്തെ സ്ഥിതിക്കുക. അതെനിക്കൊരു സാക്ഷ്യമായിട്ട് പറയാൻ അവിടെ ചർച്ചയിൽ അതെല്ലാം സന്തോഷിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ഏകദേശം 1-2 വർഷത്തോളം ഞാൻ അവിടെ താമസിച്ച് വരവുകയാണ്. എനിക്ക് വിദേശത്ത് എന്റെ കൊച്ചിച്ചൻ എനിക്ക് വിസ അയച്ചു തരുന്നത്. അത് എങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച പ്രകാരം എന്റെ കർത്താവിനെ ഒരു മിഷണറി, ഒരു ദേവദാസിന്റെ സ്തോത്രം, ഒരു മിനിസ്ട്രിയുടെ ഇതിൽ എന്നെ കൊണ്ട് ആരോ എന്റെ അനുഭവങ്ങൾ പറഞ്ഞ ശേഷം അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി മുട്ട എന്ന പ്രദേശത്ത്, അവിടെയാണ് അവരുടെ പിന്നെ സ്തോത്രം പരസ്യവും മിനിസ്ട്രിയൊക്കെ എല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് എന്റെ നിലവാരം എല്ലാം അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു റൂം എനിക്ക് സെപ്പറേറ്റ് തന്നു, എഴുതുവാനും പ്രാർത്ഥിപ്പാനും എല്ലാറ്റിനും എനിക്ക് ദൈവം എന്റെ ഒരു സെറ്റപ്പായ ഒരു മുറി എനിക്ക് തന്നിട്ട് അങ്ങനെ ഞാൻ അപ്പോ മഹീന്ദ്ര വാൻ അവർക്കുണ്ട്. അപ്പൊ മഹീന്ദ്ര വാൻ ഒട്ടിച്ചിട്ട് അവരോടൊപ്പം പരിശീലനവും കാറ്റ് കൊടുക്കലും പിന്നെ കൺവെൻഷൻ ഇങ്ങനെ തുടങ്ങിയ പല പല മിനിസ്ട്രീസ് അവരുടെ അണ്ടറിലുണ്ട്. വിദേശങ്ങളിലോ തീരപ്രദേശങ്ങളിലൊക്കെ ഞാൻ ഇവരെയും കൊണ്ട് എന്റെ ദേശത്ത് തന്നെ 3 ഞങ്ങൾ സുശിക്ഷ അറിയിച്ചിട്ടുണ്ട്. തീരപ്രദേശത്ത് ആ മണലിൽ കണ്ണത്താ ദൂരം വരെയും. അപ്പൊ അവർക്ക് ഫിലിം പ്രദർശനമുണ്ട് ഈ ടീമിന്. അത്രയ്ക്കും ഒരു സെറ്റപ്പുള്ള ഒരു ദേവദാസനാണ് പാസ്റ്റർ AS റോയ് എന്ന് പറയുന്നത്. അത് വിദേശത്തൊക്കെ പുള്ളി സാഹിത്യമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ അവരോടൊപ്പം ഞാൻ ആയിരിക്കുമ്പോൾ തീരപ്രദേശത്തിന്റെ ഞാൻ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച ശേഷം വാസ്തവത്തിൽ സ്വന്തം സാക്ഷിയാണ് എന്റെ കണ്ണത്താ ദൂരം വരെയും പച്ചപ്പ് പ്രദേശം എന്നെ കാണിക്കുകയാണ്. പച്ചപ്പ് പ്രദേശം എന്റെ വലത്തും ഇടയ്ക്കുകയും കാണിക്കുകയാണ്. ഞാനിത് എന്താ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ദർശനത്തിലേക്ക് കാണിക്കാം, ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണിക്കുന്നതാണ് പച്ചപ്പ് പ്രദേശം എന്നെ കാണിക്കുക. അപ്പൊ എനിക്ക് പിന്നത്തിൽ മനസ്സിലായത് ഈ സുവിശേഷ വയലാണത്. അത് സുവിശേഷം അറിയിച്ച ആത്മാക്കളെ നേടുവാൻ വേണ്ടി ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു. അതിനു വേണ്ടിയുള്ളതായ ക്രമീകരണം എന്നെ ഒരുക്കിക്കൊണ്ട ഞാൻ ഒരുങ്ങണമെന്നുള്ള ഒരു നിലവാരമാണ് കാണുന്നത്. ഇങ്ങനെ ഞാൻ ഇവരോടൊപ്പം ആയിരുന്നപ്പോഴേക്ക് എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം ജീവിച്ചുകൊണ്ട് ഞാൻ ആഴ്ചയിലൊരിക്കലൊക്കെ വീട്ടിൽ വരും. ഇവിടെ വരികയും വന്നിട്ട് പിന്നെ പോവുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് അവരോടൊപ്പം ഞാൻ ചില 2 വർഷങ്ങളോളം ഞാൻ അവരോടൊപ്പം ആയിരിക്കുമ്പോഴാണ് അവിടെ പല പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും പോയി ഇവരെയും കൊണ്ട് ഞാൻ സുവിശേഷം പ്രദേശത്തെ അറിയിച്ച ശേഷമാണ് എനിക്ക് അവിടെ നിൽക്കുകയാണ് എനിക്ക് വിസ വരുന്നത്. അങ്ങനെ ഞാൻ അവരുടെ കാര്യം പറഞ്ഞിട്ട് കടൽ ജോലിക്കാണ്. അപ്പോൾ വലിയ കൊച്ചിനെ കടൽ ജോലിക്കാം, എന്റെ അളിയനെ കടൽ ജോലിക്കുക. കടൽ ജോലി അറിയാം എന്നുള്ളത് കൊച്ചിന് അറിയാമായതുകൊണ്ട് ഇതിനെ ഞാൻ കടൽ ജോലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 2 വർഷം അടുപ്പിച്ച് ഞങ്ങൾ അവിടെ കടൽ ജോലി കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അറബിയാണെങ്കിൽ അദ്ദേഹം ഒരു മുല്ലയാണ്. അവിടുത്തെ മുല്ല എന്ന് പറയുമ്പോൾ ഒരു പൂജ നടത്തുന്ന ഒരാൾ, അവിടുത്തെ മുസ്ലിം പള്ളിയുടെ വാങ്ങി വിളിക്കുന്ന ആളാണ്. അദ്ദേഹം വളരെ വയസ്സായ മനുഷ്യനാണ്. അയാൾക്ക് 2-3 ആമക്കളുണ്ട്. പക്ഷെ ഇവര് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. മക്കളുമൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ പാർട്ടിക്ക് ഇദ്ദേഹമാണ് വല്ലപ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ വന്നുകൊണ്ട് അന്വേഷിക്കുന്നത്. വല്ലപ്പോഴേ വരത്തുള്ളൂ. അപ്പൊ എന്റെ കൊച്ചിനെയാണ് അതിന്റെ ബോട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ നിയന്ത്രണം എല്ലാം. അദ്ദേഹം തന്നെ ബോട്ട് ഓട്ടിക്കൊക്കെ ചെയ്യുന്നതല്ല. അപ്പൊ അങ്ങനെ വരവേ ഒരു പൈസ പോലും ഞാൻ പാഴാക്കാതെ സ്റ്റോട്ട്മെന്റ് പാലിക്കുന്നതിന് എനിക്ക് കിട്ടുന്നില്ല. അയച്ചു കൊടുത്തിരിക്കവേ പുള്ളിക്കാരി പൈസകൾ സൂക്ഷിക്കാത്ത തരത്തിൽ പൈസകൾ കളയുന്ന അനുഭവം ഉണ്ട് എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു അല്പ സ്ഥലം വാങ്ങിച്ച് ഒരു വീട് വെക്കണം. അതിനുവേണ്ടി ഞാൻ കൊച്ചിനോട് എല്ലാ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 വർഷം നിന്നിട്ട് എന്തെന്നറിയോ, 2 വർഷം തികയാറായപ്പോൾ എന്റെ കൊച്ചിൻ എന്നോട് പറഞ്ഞു,
പിന്നെ അറബി ഇനി തുടർന്ന് ബോട്ട് പിന്നെ നടത്തുന്നില്ല, അദ്ദേഹം പ്രായമായി, അത് വിൽക്കാൻ പോകുന്നു, നിന്നെ വേറെ ഏതെങ്കിലും ബോട്ടിലാക്കട്ടോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചിട്ട് ഞാൻ ഇനിയിപ്പോ കടൽ മേടിക്കുന്നത് പോകുന്നില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്ക് റിലീസ് വാങ്ങിച്ചെന്നാൽ ഞാൻ സ്നേഹിതന്മാരൊക്കെ കമ്പനികൾ നടത്തുന്നത്. അപ്പോ ഈ ക്ലീറ്റസ് എന്ന് പറയുന്ന എന്റെ സ്നേഹിതൻ, ആത്മാർത്ഥ സ്നേഹിതനാണ്. അദ്ദേഹം പൊളിഷനാണ്. അദ്ദേഹം ലേബർ സപ്ലൊക്കെ നടത്തുകയാണ് അവിടെ ഷാർജയിലും, ഷാർജയില്ല ദുബൈയിലും, പിന്നെ അബുദാബിയിലൊക്കെ നടത്തുകയാണ്. അപ്പൊ ഇദ്ദേഹം എനിക്ക് നേരത്തെ എന്റെ അനുഭവങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് എനിക്ക് വിസ തരാം, ഞാൻ എടുക്കാം, നീ എന്നൊന്ന് പാടുപെടണം എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. എങ്കിലും എനിക്ക് മനസ്സിലായിരുന്നു അത്രയ്ക്കും ഞാൻ കഷ്ടത്തിൽ കൂടി കടന്നുകൂടി. ഇനി എന്റെ മനസ്സങ്ങ് മടുത്തു. ഇവരൊക്കെ എല്ലാം നല്ല നിലവാരത്തിലൊക്കെ ആയിരിക്കുന്നവരാ. അപ്പൊ ഞങ്ങളുടെ കൂടെ വേറൊരു കൂട്ടുകാരനും ഉണ്ട്, ദാസൻ എന്ന് പറയുന്നത്. അപ്പോ ഈ പുള്ളിയാണെങ്കിൽ എന്നെ എപ്പോഴും പള്ളി വിളിക്കും, എടാ നീ പെന്തിക്കോസിൽ പോയിട്ട് നിനക്ക് എന്തൊരു കിട്ടിയടാ, നീ നിന്റെ അനുഭവം ഇങ്ങനെ ഞങ്ങളേക്ക് നോക്കടാ, നീ പാടാ, ഞങ്ങളോടൊപ്പം പാടാ, നിനക്ക് ഞങ്ങള് നല്ലവനാക്കാം, വലിയവനാക്കാന്നൊക്കെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നന്നായിരിക്കും എനിക്ക് സന്തോഷം, ഇല്ലാത്ത ഒരു സന്തോഷം ഞാൻ അനുഭവിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി ഞാൻ അഭിപ്രായത്തിൽ നിങ്ങൾ മടങ്ങി വരണമെന്നൊക്കെ ഞാനിങ്ങനെ പറയും. അപ്പൊ ഈ ട്രാക്റ്റും പത്രമൊക്കെ കൊടുക്കുമ്പോൾ പള്ളി വിളിച്ചിട്ടായിരിക്കും എന്റെ ഈ സ്നേഹിതനായ ദാസൻ അത് വാങ്ങിച്ചിട്ട് എന്റെ കണ്ണിൽ പോയി കീറിക്കളഞ്ഞ അനുഭവങ്ങളൊക്കെ കീറിക്കളഞ്ഞ് ചവിട്ടുകുറ്റിയിലിടുന്നതായ അനുഭവങ്ങളൊക്കെ ഞാൻ ഈ സ്വർഗം കാണും എന്ന ദൈവം ആ വൃതനെ ഞങ്ങളുടെ സമപ്രായക്കാരാ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു ചില മാസം, ചില 2-3 വർഷമായി. അപ്പൊ ഇത്തരത്തിലൊക്കെ ക്ലീറ്റസ് എന്നിട്ട് എനിക്ക് റിലീസ് എന്റെ കൊച്ചിട്ടം വാങ്ങിക്കുക. 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നു. 2 വർഷം ഈ റിലീസ് കിട്ടിയ സമയത്ത് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ കാണാം ഒരു 17,000 രൂപ എന്റെ ഭാര്യ പിന്നെ അറിയാതെ എന്റെ ഭാര്യയുടെ കൊച്ചിന് പലിശയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ ഇവിടെ വന്ന് കാര്യം തിരക്കി. ഇങ്ങനെയാണ് പറയും, ഞാൻ നിനക്ക് ഇത് എന്തിനു വേണ്ടി തന്നെന്ന് അയച്ചു തരണം നിനക്ക് അറിയാമല്ലോ എന്ന് ഞാൻ സൂചിപ്പിക്കുമ്പോൾ ആദ്യം ഞാൻ അത് വായിച്ചു തരാന്നൊക്കെ ഒരു ദിവസം ഞാൻ ചെന്ന് കൊച്ചിനോട് പറഞ്ഞു, കൊച്ചിച്ച ഇത് എനിക്കൊരു വീടില്ല എന്ന് നിങ്ങൾക്കറിയാം, അതിനുവേണ്ടി ഞാൻ വീടോട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന കാശാണ്. അതുകൊണ്ട് മാറ്റിക്കളഞ്ഞ ഞാൻ അവിടെ കഷ്ടപ്പെട്ട് ഞാൻ ആയിരിക്കുന്ന അനുഭവങ്ങൾ എനിക്കും ദൈവത്തിനും അറിയാവും. 5 വയസ്സ് പോലും വെള്ളം കുടിക്കാതെ കിട്ടുന്നതൊക്കെയും അവിടെ അനിയനാണെങ്കിൽ കുടിച്ച് ബൂസായിട്ട് അവിടേക്ക് ഇവിടെ ഒരുമിച്ച് പണിക്ക് വരുന്ന ഞങ്ങൾ ഒരുമിച്ചാണ് പണിക്ക് പോകുന്നത്. ഞാനും എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. എന്നോട് പലരും പറഞ്ഞായിരുന്നു ഇതിന്റെ അനുഭവങ്ങളൊക്കെ. പക്ഷെ ഞാനത് അവിടെ ചെന്ന് അനുഭവിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ എനിക്കിട്ടും പാരകൾ വെക്കും, പൈസ ഞാൻ സൂക്ഷിക്കുന്നതിന് അവനെ കണ്ടുകൂടാ, എന്നെ അറിയാതെ എന്റെ പൈസ മോഷ്ടിക്കുന്ന അനുഭവം. ഇതൊക്കെ ഞാൻ പണിക്ക് പോയി പണിക്ക് വരില്ല, വീട്ടിൽ നിന്ന് പണിക്ക് പോയി നല്ല റൂം അല്ല, അവർ റൂം അകത്ത് പെട്ടിയിരിക്കുന്നു, അത് താക്കോലും വെച്ചിരിക്കുന്നില്ല, ഇവനറിയാം. ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പിന്നീടാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്, ഇങ്ങനെ എടുക്കത്തില്ല എന്ന്. പക്ഷെ പിന്നെ ഞാനത് ഓർത്തപ്പോഴാണ് എന്റെ കാശുകളൊക്കെ. അപ്പൊ എന്നോട് വീരമാണ് അയച്ചിട്ടുണ്ട്, ഇനി പൈസ അയക്കാനെ ഞാൻ കാണിച്ചിരുന്നൊക്കെ എന്നോട് ഇങ്ങനെ. അപ്പൊ ഞാൻ പൈസ അയച്ച് അപ്പൊ അമ്മയും അയക്കാതെ വരുമ്പോൾ എന്റെ വീട്ടുകാർ അവനോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുള്ള അതുകൊണ്ട് സമം കിട്ടാൻ വേണ്ടിയാണ് അവൻ അത്തരത്തിലുള്ള ഒരു ഐഡിയയും ഒരു അടവ് ഒരു കുള്ളൻ കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്നുള്ള എന്തൊരു ചൊല്ലുണ്ടെന്ന്. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒടുവിൽ ഞാൻ ഈ പൈസ എന്റെ കൊച്ചിനോട് പറയാം, കൊച്ചിച്ച എനിക്കൊരു വീട് വെക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ അയച്ചു കൊടുത്താണ്, എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് ഒരു വീട് വെക്കണം, എവിടെയെങ്കിലും കൊച്ചു വീട് വെക്കണം, അതാണ് എന്റെ ആഗ്രഹം. അപ്പോൾ കൊച്ചിനോട് ഞാൻ പറയാം, കൊച്ചാ എനിക്ക് പലിശ ഒന്നും വേണ്ട, നിങ്ങൾക്ക് പലിശയ്ക്ക് തന്നെന്നാണ് അവൾ പറഞ്ഞത്, പലിശ ഒന്നും വേണ്ട, ആ പൈസ 2 ആഴ്ചത്തെ ഞാൻ അവധി തരാം, അത് കഴിഞ്ഞ് എനിക്ക് ആ പൈസ തരണം. കൊച്ചിട്ട് 1-2 മാസത്തിനുള്ളിൽ ആ പൈസ എനിക്ക് തന്നു. ഞാനത് വാങ്ങിച്ചിട്ട് ഞാൻ എന്തെന്നറിയോ, പിന്നെ ഞാൻ വിദേശത്ത് പോയിട്ട് വീണ്ടും ഇത്രയും കാശ് നമ്മൾ ഏകദേശം സ്വല്പ കാശ് ഞാൻ അബുദാബിയിൽ അവിടെ സ്തോത്രം അവിടെ ഒരു IPC സഭയിലാണ് ഞാൻ കൂടുന്നത്. അവിടെയും നൈറ്റ് പ്രയറിലൊക്കെയും കൂടുന്ന പള്ളിയും. അപ്പൊ അങ്ങനെയൊക്കെയും സ്തോത്ര ആരാധന കഴിഞ്ഞ് ഞങ്ങൾക്ക് നൈറ്റ് പ്രയറുണ്ട്. അങ്ങനെ അവരും എന്റെ അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ അവരൊരു സൂര്യ പുസ്തകം അറിയിപ്പോൾ എന്റെ അനുഭവ സാക്ഷ്യമാണ്, എന്റെ ഒരു കവിതയും ഉൾപ്പെടെ എന്റെ അനുഭവ സാക്ഷ്യമാണ് ആ പുസ്തകത്തിൽ അവരെന്റെ ഫോട്ടോ വെച്ച് അടിച്ചിരിക്കുന്നത്. അനുഭവങ്ങളൊക്കെ അവർക്ക് സ്ഥാനത്ത് എനിക്ക് ചെയ്യാൻ വേണ്ടി സമയത്ത്. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞില്ല, ഒരു കാര്യം പറയാൻ പറ്റും, എന്റെ ഈ ക്ലീറ്റസ് എന്ന് പറയുന്നതായ സ്നേഹിതന്റെ കമ്പനിയിലാണ് ഞാൻ പിന്നെ ലേബർ സപ്ലിനാണ് ഞാൻ ചെന്ന് ആ കേസ് വാങ്ങിച്ചിട്ട് അവിടെ എത്തിക്കുന്നത്. അവിടെയാണ് പിന്നെ ആയിരുന്നത്. അപ്പൊ അവനൊരു ബാറുണ്ട് അബുദാബി ക്യാപിറ്റലിന്റെ തൊട്ടടുത്ത്, ഞങ്ങൾക്ക് അവിടെയാണ് അക്കോമഡേഷൻ, തൊട്ടടുത്ത് തന്നെ ഈ ബാർ. എന്നോട് പറഞ്ഞു ബാറിലാക്കട്ടെന്ന് പറഞ്ഞു. വേണ്ട എനിക്ക് ആവുന്നില്ല.
അപ്പോ ലേബർ സപ്ലൈയിലായിട്ട് ഞാൻ ഹെൽപ്പറായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കും. എന്റെ സ്വന്തം ദേശത്തിലുള്ളവർക്ക് റൂം അവിടെ ഒഴിവുണ്ടായാലും എന്നെ അവർ വയ്ക്കുന്നില്ല. ആ റൂമിൽ എനിക്ക് സ്ഥലം ഉണ്ടെങ്കിലും എനിക്ക് അവർ സ്ഥലം തരുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ ബന്ധുക്കൂസുകാരനായി ഞാൻ അവരുടെ അടുത്ത് പോയാൽ അവർക്കും വചനങ്ങളൊക്കെ ഓരോന്നും പറഞ്ഞു കൊടുത്താൽ ഉള്ളിൽ പോയാൽ പിന്നെ ഇവരുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ള തരത്തില്ല. അപ്പൊ എന്നോട് ഇവർക്ക് അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കും. അപ്പുറത്തെ റൂമിൽ സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു 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 സത്യവിളങ്കരമുള്ള എന്ന് അറിയപ്പെടുന്ന ഒരു ടീമിന്റെ റൂമിൽ നമ്മളൊരു ഗുണ്ട ടൈപ്പുകളാണ് നോക്കണേ. എന്റെ സ്നേഹിതന്മാരെ നാട്ടിലുള്ള ഈ അവരുടെ സ്വഭാവം അറിഞ്ഞിട്ട് എന്നെ അവിടെയാണ് പറഞ്ഞു വിട്ടത്. എനിക്കിത് അറിഞ്ഞോളാം. അവിടെ ചെന്നപ്പോ അവരെന്നെ ശരിക്കും മുതലെടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു. ഇതൊന്നും എന്റെ സ്നേഹിതൻ അറിയുന്നില്ല, ടീച്ചേഴ്സ് അറിയുന്നില്ല. പിന്നീട് കാര്യങ്ങളൊക്കെ അവന് അറിയാൻ ബോധ്യമായി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം എന്നിലൂടെ ചെയ്യുന്ന അനേക പ്രവൃത്തികൾ 32 വർഷമായി ദൈവം ഹല്ലേലൂയ സ്തോത്രം എന്നിലൂടെ ചെയ്യുന്ന പ്രവൃത്തികള് ധാരാളം പറയുവാനുണ്ടെങ്കിലും സമയത്തിരിക്കുന്നത് ഞാൻ ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ. ബിലീവേഴ്സ് ഓഫ് ഗോഡ് സ്പിരിച്വൽ പ്രയർ ഗ്രൂപ്പില് സ്തോത്രം സ്പിരിച്വൽ സോങ്സ് എന്നീ 2 ഗ്രൂപ്പ് ഒരു ടീം നടത്തുന്നുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പിലും സ്തോത്രം 4 മാസത്തിലധികമായി ദൈവത്തിന്റെ വചനം വിശ്വാസികൾക്കും ഈ എളിവനായ എന്നിലൂടെ സ്തോത്രം അത് പങ്കുവയ്ക്കുവാൻ രാവിലെ പ്രഭാതം സ്തോത്രം 6:30 മണിക്ക് പങ്കുവയ്ക്കുവാൻ വേണ്ടി ദൈവം പിന്നെ സ്തോത്രം എടുത്ത് ഉപയോഗിക്കുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. 4 മാസം കഴിഞ്ഞ് ഈ പറയുന്ന ഈ ഗ്രൂപ്പിൽ ഞാൻ സ്തോത്രം എനിക്ക് ഈ ഗ്രൂപ്പിന് ഉള്ളവരെ അറിഞ്ഞോളാം. ഈ ഗ്രൂപ്പിന്റെ നേതൃത്വം വഹിക്കുന്ന സിസ്റ്റർ ഷൈനി ആണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം ചെയ്തു സംസാരിക്കും. അത്തരത്തിൽ 4 മാസം കഴിഞ്ഞ് ഈ ടീമില് 2 ടീം ഇവർക്കുള്ളതാണ്. പാടുവാനും പ്രാർത്ഥിപ്പാനും ഇവർക്കൊക്കെ വേണ്ടി ഇടിഞ്ഞു പ്രാർത്ഥിപ്പാനും അങ്ങനെ മാത്രമല്ല ഇരമ്യ 33:3 പറയുന്ന പ്രകാരം ദൈവത്തിന് സ്തോത്രം എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പുത്രമല്ലെന്ന് അറിയാത്ത മഹത്വം അവസരമായ കാര്യങ്ങളിൽ നിന്ന് അറിയിക്കും എന്നുള്ളതായ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ ആത്മാവിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സ്തോത്രം ഞാൻ എന്റെ കൈവശം ഒരു ഒത്തുവാക്യങ്ങളുടെ പുസ്തകങ്ങളില്ല, ഒത്തുവാക്യങ്ങളുടെ പ്രസംഗ ശൈലിയുടെ പുസ്തകങ്ങളില്ല. ഒരു സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എനിക്ക് തരുന്നതായ വായനയിലൂടെ അല്ലാതെ ദൈവത്തിന് അരുളപ്പാടിലും വരുന്നതായ അനുഭവങ്ങളെ വെച്ചുകൊണ്ടുള്ളതായ ആരുടെ മോഷ്ടിക്കുവാനും ഞാൻ പോകുന്നില്ല. ആരുടെ പ്രസംഗം കടമെടുത്ത് ഞാൻ ചെയ്യുന്ന പതിവില്ല. ദൈവം സാക്ഷി അന്ന് മുതൽ 32 വർഷം കാലഘട്ടം ഇന്നേ വരെയും ദൈവത്തിന് ഞാൻ ദൈവം അയക്കുന്ന സഭകളിലൊക്കെ ഞാൻ ഒരു സഭയുടെ കീഴിൽ നിൽക്കുന്നുവെങ്കിലും അവരുടെ അനുവാദത്തിൽ തന്നെ അവരെന്നെ സ്തോത്രം എന്നെ പല സഭകളിലായി 1 മാസത്തിൽ ഒരിക്കൽ എനിക്ക് അവിടെ പോയാൽ മതി സഭയുടെ മാതൃസഭയിൽ. പിന്നെ എന്നെ മറ്റു സഭകളിലൊക്കെ അയക്കാറാണ് പറയുന്നത്. എന്നെ അറിയാത്ത ദൈവസഭകളിൽ ചുരുക്കം, ദൈവദാസന്മാർ ചുരുക്കം, ദൈവവിശ്വാസികൾ ചുരുക്കം. അത്രയ്ക്കും ഞാനൊരു പൊതുപ്രവർത്തനമായതുകൊണ്ട്. കാരണം 19 വർഷമായി തീരാത്ത സ്നേഹം എന്നൊരു പ്രവർത്തനം, പത്രപ്രവർത്തനം മാസികയുമായിരുന്നു. ഇപ്പോ സാമ്പത്തിക നിരക്കും കൊണ്ട് സ്തോത്രം അത് പത്രത്തിലൂടെ അങ്ങനെയൊക്കെ ഞാൻ സ്തോത്രം ദൈവത്തിലൂടെ ആ പ്രവൃത്തിയും 2007 ഒരു പ്രയർ സെല്ല് തുടങ്ങുവാനും ദൈവം എന്നിലൂടെ സ്തോത്രം ചെയ്യുന്നുണ്ട്. അത് ഇപ്പോ ഒരു മാസത്തിലധികം ഞാൻ എൻ്റെ വീട്ടിൽ നടത്തിക്കൊണ്ട് ഭാര്യ അന്തരിക്കാതെ വന്നപ്പോൾ കൂട്ടുപ്രവർത്തകനായ ഒരു ജേഷനങ്ങൾ എന്ന് പറയുന്നതായ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇന്നും നടന്നു വന്നിരിക്കുന്നത്. എത്രമാത്രം വരില്ല. ഇത്തരത്തിലൊക്കെയും പറയാൻ ധാരാളം കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനിവിടെ ഹല്ലേലൂയ നിർത്തുവാൻ താല്പര്യപ്പെടുന്നത്. ചെയ്ത അത്ഭുത പ്രവൃത്തികളൊക്കെയും വിവരിച്ചാൽ മതിയാവത്തില്ല. ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്തോത്രം ഇത്രത്തെയും ഹല്ലേലൂയ ദൈവം നടത്തിയ വിധങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവം സഹായിച്ചതിനോട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ പിന്നിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറയുവാൻ പറയുവാൻ ഹല്ലേലൂയ അനേകമുണ്ട്. എങ്കിലും ഞാനിവിടെ സമയം ചെയ്യുമ്പോൾ ഞാനത് പറയുന്നില്ല. ദൈവത്തിന്റെ തുടർന്നും എന്നെ എന്റെ പ്രവർത്തനങ്ങളെയും ദൈവം ഏൽപ്പിച്ച പ്രവർത്തനങ്ങളെയും ഹല്ലേലൂയ സ്തോത്ര കുടുംബത്തിനെ ഹല്ലേലൂയ മടങ്ങിയൊരുങ്ങിയും പിന്നെ നിലനിൽക്കുന്നവർ ഏവരും സ്തോത്രം പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ സ്തോത്രം ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിന് ഞാൻ നന്ദി പറയുന്നു. പ്രിയ കർത്താവിന്റെ ശേഷം പാസ്റ്റർ ഡാനിയൽ ജോൺ അവരുടെ ഹല്ലേലൂയ നന്ദി അറിയിക്കുന്നതോടൊപ്പം അരുമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സെപ്പറേറ്റായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ വീക്ഷിക്കുന്ന ഏവർക്കും എന്റെ എളിയ സ്നേഹങ്ങളും ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ കർത്താവെ ഈ നല്ല സമയത്ത് ഓർത്തടിങ്ങളെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. എത്രത്തോളം കർത്താവെ സ്തോത്രം അവിടുന്ന് സ്തോത്രം ഒരുക്കിയ സ്തോത്രം എല്ലാ നല്ല ദാനങ്ങൾക്കായി നല്ല സ്നേഹത്തിനായി നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ. പ്രിയ കർത്താവിന്റെ ഹല്ലേലൂയ ദാസിന്റെ ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രവർത്തന മേഖലകളെ കർത്താവേ സ്തോത്രം ഏറ്റവും ആശീർവദിച്ച് അനുഗ്രഹിക്കണം. അനേകർക്ക് അത് ആശ്വാസമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നാഥ, തുടർന്നും കർത്താവെ അങ്ങയുടെ ഹല്ലേലൂയ ഹിതം, അങ്ങയുടെ വാഗ്ദത്തത്തിന്റെ ഹല്ലേലൂയ നിറവേറലുകൾ അനവധി ഇനിയുണ്ടല്ലോ കർത്താവ്. അതൊക്കെ നിറവേറുന്നത് വരെ കർത്താവ് ഈ ഇടവിനെ വീണ്ടും ഹല്ലേലൂയ കരുത്തിൽ താഴ്ത്തിയിരിക്കുന്നു, അവിടെ നിന്ന് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഹല്ലേലൂയ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ആശീർവദിക്കുമാറാകണമേ കർത്താവെ. സ്തോത്രം ചെയ്യുന്നു നാഥ, സ്തോത്രം. അവരും ഹല്ലേലൂയ ആരെങ്കിലും കർത്താവെ രക്ഷപ്പാടത്തേക്ക് കടന്ന വരാത്തവരുണ്ടെങ്കിൽ കർത്താവ് ഒരു ഹല്ലേലൂയ കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റക്കാരെ മടങ്ങി വരുവാൻ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ശിഷ്യ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അരോമ ടിവിയുടെ ഹല്ലേലൂയ ഡയറക്ടറായ കർത്താവിന്റെ ദാസനിൽ കൂടി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. പ്രേക്ഷകരെ അരോമ ടിവിയുടെ പ്രേക്ഷകരെല്ലാം ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com